Public entertainment, standard YouTube license, പിന്നെന്താ സേഫ്. ഓക്കെ അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും വാരി കളിച്ചിട്ടിട്ടുണ്ട്. എന്തൊരു വരുന്നെന്ന് നോക്കാം. വന്നാ വരട്ടെ, ഇതില്ലാതെ ഒരു രസമില്ലേ, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഈ ലൈവ് ചെയ്യാനുള്ള ഒരു കാരണം, ഞാൻ ഇപ്പോഴാണ് രാജ് ടിവിയുടെ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ രാജ് ടിവിയെ ആരാണ്ടൊക്കെ പിന്നെ ഇൻബോക്സിൽ പോയെന്നാ, രാജ് ടി വി ആരെ പോയി ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നാ, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് രാജ് ടി വി രാജ് ടി വി അല്ല, രാജ് ടോക്സിനെ പറ്റി അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇങ്ങനെ അലിഗേഷൻസ് വരുന്നുണ്ട്. ആക്ച്വലി ഈ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തില്ലേ, സൗണ്ടിന്റെ ഒരു എന്താ അതിന്റെ പേര് പറയണേ, നമ്മുടെ വട്ടുബിന്ദു രാജ് പറഞ്ഞാണ്, വട്ടുബിന്ദുവിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്തത്, ആ വീഡിയോ എല്ലാവർക്കും ഇട്ടുകൊടുത്തത് ഞാനാണ്. എന്റെ കയ്യിലേക്കാണ് UK ഒരു കൊച്ച ഇട്ട് തന്നത്. അതൊരു പെങ്കൊച്ചാണ് അവൻ്റെ കൂടെ സംസാരിച്ചത് പോലും, ആ പെണ്ണുപിള്ള എടുത്ത് സംസാരിച്ചത്. അത് അവനായി, അവൻ രാജായി, എന്തൊക്കെയോ അയാളെ ഇട്ട് പൊരിക്കുന്നുണ്ട്. സത്യത്തിൽ അയാൾ അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും കണ്ടന്റുകൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ കണ്ടന്റ് എന്റെ അടുത്ത് വന്നപ്പം എനിക്കത് ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്തു. കാരണം ചുമ്മാ ചാത്തൻ സേവ, 10-17 പിന്നെ ഫേക്ക് ID, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ കിടന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ രണ്ടാമത് എല്ലാവരും എടുത്തപ്പോൾ ഞാനും കയറി എടുത്തു എന്നതിനപ്പുറം ഒരിക്കലും എനിക്കത് എടുക്കാൻ താല്പര്യമില്ലെന്ന്. സ്പെഷ്യലി എന്റെ അമ്മയാണ് പറഞ്ഞത്, നീ അത് എടുക്കണ്ട, നീ ചുമ്മാ ഇരിക്കുന്നു. എന്നിട്ട് ഞാനത് എടുത്ത് രണ്ടാമതാണ് എടുത്തത്. അവരൊക്കെ ഇട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട. പിന്നെ അവരുടെ ടൈം ലൈനിൽ ഹായ് കേരള ട്രോസ്, ഞാൻ അവരുടെ ടൈം ലൈനിൽ കയറി നോക്കി, അവരവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. പബ്ലിക്കിൽ അവരിട്ടിരിക്കുന്ന നമ്പർ തന്നെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത്. അതൊരു വലിയ കാര്യമൊന്നുമില്ല. അവരുടെ ഫോട്ടോ ഉണ്ട്. അവർ കുറെ നാളായിട്ട് നടന്ന് എല്ലാവർക്കും കമന്റ് ഇടുന്ന ഒരു കമന്റ് ചേച്ചിയാണ്. 17ഓളം ID ഉണ്ട് അവർക്ക്, 17ഓളം ID. നമ്മൾ പറയുന്നില്ല, അവര് തന്നെ പറയുന്നതാണ്. ഹായ് സ്മിത, ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ രാജാണ് എന്നെ കടത്ത് പറയുന്നത്. അയാൾ എന്തിനാ ഇത്? അത് കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ മോശം പറയേണ്ട കാര്യമുണ്ടോ? അതിൽ ആര് രാജിനെതിരെ നിൽക്കുന്ന ഒരു പൊളിഞ്ഞു പോകും. കാരണം ആ പറഞ്ഞ സംഗതി രാജല്ല അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് എന്നിൽ കൂടെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്റെ അടുത്താണ് ആ പെങ്കുച്ച ആ വീഡിയോ കൊണ്ടിട്ടത്. ഞാനാണ് അത് രാജിന് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് അതിന്റെ ട്രൂ ഫാക്ട്. പിന്നെ ഇനി പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കേസിന് പോകാനാണ്. കാരണം AI ഒക്കെ വെച്ച് അദ്ദേഹം അവരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളൊരു കള്ളത്തരമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആ പുള്ളി തന്നെ അത് ഹാൻഡിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അതിനെതിരെ പുള്ളി ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ ഒരു വിഷയം വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് ഈ ചൊറികളെടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എന്തരാക്കാനാണ്. പിന്നെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ കുറെ കമന്റ്സ് ഒക്കെ കൊണ്ടുവന്നിടുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, ഒരു തെണ്ടി ചെറുക്കനുണ്ടല്ലോ, ഒരു തെണ്ടി യൂട്യൂബർ, അത് എന്തൊക്കെ എന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ. ആ ചെറുക്കനിക്കൊന്നും ഞാൻ മറുപടി എത്രയേ നാൾ മുമ്പേ കൊടുക്കാതെ കളഞ്ഞിട്ട കേസാണ്. ഞാൻ ഈ യൂട്യൂബ് വേൾഡിൽ, ഈ യൂട്യൂബ് യൂണിവേഴ്സിൽ ഞാൻ പഠിച്ച ഒരു മുദ്രാവാക്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തൊരാളെയും സഹായിക്കാൻ പോകരുത്. സഹായിക്കാൻ പോയി പണി വാങ്ങിയ ഒരേ ഒരു വ്യക്തി അത് ഞാൻ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഹായ് ബിന്ദു. ബിന്ദു എന്ന് കേട്ടാൽ ഇപ്പൊ ഞെട്ടലാണ്. എന്റെ പൊന്ന് വട്ടുബിന്ദു ആണോ? വട്ടുബിന്ദു ടോപ്പിക് അല്ല. ടോപ്പിക് അതല്ല. ഞാൻ സാധാരണ ഞായറാഴ്ച ലൈവ് വരുന്നതിന് ഞാൻ ലൈവ് വന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ രാജിനെ ഇട്ട് ഉരുട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് എന്റെ ഭാഗം ഒന്ന് പറയണമെന്ന് തോന്നി. ബിക്കോസ് രാജ് അല്ല ആ ഒരു ചാറ്റ് പുറത്തു വിട്ടത്. ആ ചാറ്റ് എന്റെ കയ്യിലാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് UK നിന്നുള്ള ഒരു കുട്ടിയാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അവരാണ് സംസാരിച്ചത്, അല്ലാതല്ല. നീ മാത്രമല്ല, സഹായിക്കാൻ പോയി പണി വാങ്ങിയ ഒരു വ്യക്തി ഞാൻ കൂടെയുണ്ട്. ആന്തുറ്റി ആരെ സഹായിക്കാൻ പോയി പണി കിട്ടി? സഹായിക്കാനേ പോകരുത്. മുത്തപ്പൻസ് ഹായ് ഹലോ. ഇവറ്റകളുടെ മെയിൻ പരിപാടി ശപിക്കലാണ്. അത് ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ല. ഫേസ്ബുക്കില് ഈ രേഷ്മയുടെ കൂട്ടുകാർ മുഴുക്ക അപ്പ നോക്കിയാലും ശാപം തന്നെയാണ്. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട, ചാത്ത സേവയും തേങ്ങയൊക്കെ പറയുന്നു, നീ പബ്ലിഷ് ചെയ്യണ്ട, നീ ചുമ്മാരി, വേറെ ആർക്കെങ്കിലും വേണേ ഇട്ട് കൊടുക്കുന്നതാണ്. നിനക്കെല്ലാം കണ്ടതാണ്. എന്ത് ഹായ് അശ്വതി, ഞാൻ കണ്ടുകുട്ടി.
നിന്റെ കമന്റ് ഞാൻ കണ്ടിരുന്നു. ഷു അല്ലേ? കേട്ട് പോരെ. ഇപ്പൊ രാജ് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോകണം. കാരണം നിങ്ങളുടെ പേരിൽ ഇപ്പം പെണ്ണുങ്ങൾക്കെതിരെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ മിണ്ടാതിരിക്കുമോ? അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ കേസിന് തന്നെ പോകണമെന്നാണ്. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് നിങ്ങൾക്ക് സാക്ഷി പറയാം. ഒരു പ്രശ്നമില്ല. ആ വീഡിയോ എൻ്റെ കയ്യിലാണ് ആദ്യം വന്നത്. അവരുമായിട്ട് ചാറ്റ് നടത്തിയ വീഡിയോ എൻ്റെ കയ്യിലാണ് ആദ്യം വന്നത്. ഞാനാണ് എല്ലാവർക്കും ഇട്ടുകൊടുത്തത്. രാജ് എടുത്ത ശേഷം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇടുന്ന ഹറാമല്ലേ? ആയിരിക്കാം, ഹറാമായിരിക്കാം. എനിക്ക് ഹറാമല്ല. അവിടെ ഇരുന്നവർ ശപിക്കട്ടെ, ശപിത്ത. കണ്ണൊക്കെ ഓക്കെ. ഓക്കെ അല്ലടേ, ഞാൻ എന്നിട്ടും കരി ഇട്ടു. ഞാനേ ഒത്തിരി പഴക്കമുള്ള ഷുഗറിന്റെ കരി മുമ്പേ വാങ്ങിച്ച് ഇവിടെ വെച്ചിരുന്നതാണ്. ഡേറ്റ് എക്സ്പയർ ആയെന്ന് തോന്നുന്നു. അതെടുത്ത് ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല. ഇത്തിരി കഴിയുമ്പോൾ ഞാനിത് ക്ലീനസ് വെച്ച് ക്ലീൻ ചെയ്യും. ഞാൻ തൽക്കാലം ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ്. കാരണം കണ്ണിൽ കരിയില്ലാതെ വന്ന ഒരു ജാതി ഇരിക്കും. അതുകൊണ്ട് അത് ഇപ്പോഴേ ചുമക്കാൻ തുടങ്ങിയില്ലേ. എന്തരാണ് ചേച്ചി ചുണ്ണി വ്ളോഗ്സിന്റെ കാര്യം എന്തായി? ചുണ്ണി വ്ളോഗ്സിന് കേസ് കൊടുത്തു. ആരാണ്ട് ചുണ്ണി വ്ളോഗ്സിന്റെ പോസ്റ്റ് കണ്ടില്ലേ? ചുണ്ണി വ്ളോഗ്സിനാണ് കേസ് കിട്ടിയത് എന്ന് പറഞ്ഞു. ദയാ സൂയിസ് ഇല്ല, നിനക്കെല്ലാം കണ്ടന്റ് ആണ് എന്നാണ് പറഞ്ഞത്. എനിക്കെല്ലാം കണ്ടന്റ് തന്നെ. അതിനിപ്പോ എന്ത്? കുറച്ചൊക്കെ സത്യം അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യാവൂ. ശരി സാർ, ഇന്നു മുതൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. ശരി സാർ. ഇനി എഴുന്നേറ്റ് എന്ന് പറയണോ സാർ? സത്യങ്ങളില്ലാതെ ഞാൻ പറയുകയാണല്ലോ. അപ്പൊ ഞാൻ ഇനി മുതൽ നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വീഡിയോ ചെയ്യാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഹായ് ഷെഫീന. മഞ്ജുവിന്റെ മോളെ കുറിച്ച് എന്താ അഭിപ്രായം? മഞ്ജുവിന്റെ മോള് നല്ല കൊച്ചാണ്. ദിലീപിന്റെ മഞ്ജുവിന്റെ അല്ലേ, സൂപ്പർ കുട്ടിയാ. ആ അമിതമായിട്ടുള്ള യാതൊരു ആഡംബരവും ഒരു അഹങ്കാരവും ഇല്ലാതെ ഈ മിൽമയും ഷുണായും ഒന്നും തുറന്നു കാണിക്കാതെ തന്നെ താനൊരു വ്യക്തിയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മിടുക്കി കൊച്ചാണത്. സീത്തേട്ടൻ വന്നോട്ടോ. അത് പറ. ഹായ് അമ്മ. രഞ്ജിനി ചേച്ചിയുടെ ജാൻമണി അക്കയുടെ വീഡിയോ കണ്ടോ? ഞാനത് കാണാനേ പോയില്ല. പട്ടിക്കാട്ടങ്ങളുടെ ഒന്നും ഞാൻ കാണാറേ ഇല്ല. ചേച്ചി ഇപ്പം നല്ലോണം റീച്ചായി. മുൻപുള്ളതിനേക്കാൾ ആണോ? ഞാൻ നോക്കുമ്പോഴേ ഇൻസ്റ്റയിൽ 1 മില്യൺ. ഇവളുമാര് വിചാരിച്ചേ എന്നെ എന്തരാ മൂക്കി പിടിച്ചെന്ന്. ഞാൻ തലകുത്തി മറിഞ്ഞാലും ഇൻസ്റ്റയിൽ എനിക്ക് 1 മില്യൺ വ്യൂ പോവില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന കാര്യമൊന്നും ഇൻസ്റ്റാ വേൾഡിന് പിടിക്കുന്ന സാധനമല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇൻസ്റ്റയില് 1 മിനിറ്റിന്റെ അണ്ടറിൽ എന്തോ കട്ട് ചെയ്തിടണം. അങ്ങനെ എന്തൊക്കെയാണ് സിസ്റ്റം. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ലൈവ് ഒക്കെ പോകണം. എന്നെ കണ്ട അതൊന്നും പറ്റൂല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കാരണവശാൽ ഞാൻ ഇൻസ്റ്റയിൽ പൊങ്ങാൻ ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ മക്കളും ഒക്കെ ആയിട്ടുള്ള പാട്ടൊക്കെ ഉള്ളത് ഇടണം, റീൽസ് കൂടുതൽ ഇടണം. അവിടെ എന്നെ കൊണ്ട് അതൊന്നും നോക്കത്തില്ലായിരുന്നു. പക്ഷെ ഇൻസ്റ്റയിൽ 1 മില്യൺ അടിച്ചു ഗൈസ്. ഹായ് ജസ്റ്റിൻ. ജാൻമണി കൊച്ചു പ്രേമൻ. സുഹിത്തേട്ടനെ നിങ്ങളെ ഇഷ്ടമാണ്. ആണോ സുഹിത്തേട്ട? ഇങ്ങനെയൊക്കെ പല കോലവും പറഞ്ഞ് പല കോപ്പന്മാരും വരും. അവസാനം പറയും ഞാൻ അവരെ റേപ്പ് ചെയ്തെന്ന്. എന്തിനു വെറുതെ? എന്റെ പൊന്നു സുഹിത്തേട്ട, വേറെ വഴി നോക്ക്. നാളേക്കൊരു മറുപടി കൊടുക്കണോ? ഇല്ല, ഇവിടെ മറുപടി കൊടുക്കുന്ന സ്ഥലമല്ല ഇത്, പോസ്റ്റ് ഓഫീസ് അല്ല ഇത്. ഹായ് ഐ ഹേർഡ് യു മാരീഡ് ക്വാഡ്രപ്പിൾ ടൈംസ്. ഇറ്റ് ഈസ് ട്രൂ. നീ എന്ന് വെച്ചാൽ 16 വട്ടം കെട്ടിയതാണോ? ശരിയാ, ട്രൂ ആ. ഞാൻ 17ാമത്തെ ആളെ ചെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടി. എന്നില്ലടേ, ഇത്ര സ്പീഡ് എഴുതല്ലേ, കുറേശ്ശെ എഴുത്. ശരിനാഥ് ഇഷ്ടം, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഫേമസ് ആയി. എഴുന്നേറ്റ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നീയും ആ രാജമ്മയും ഇപ്പോൾ എയറിലാണ്. രാജമ്മയ്ക്ക് എന്ത് പറ്റി? എത്രയോ ആളുകൾ നിന്നെപ്പറ്റി മോശമായി പ്രതികരിച്ചു. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? എത്രയോ ആളുകൾ എന്നെപ്പറ്റി നല്ലമായിട്ട് പ്രതികരിച്ചു. അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? അവർക്കൊക്കെ എന്താ മര്യാദയില്ല എന്നാണോ നീ പറയണത്? എല്ലാവരും അങ്ങ് മോശം പറഞ്ഞില്ലല്ലോ. ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ തലങ്ങും വിലങ്ങും ഒക്കെ കൊണ്ടിട്ടിട്ടും അവിടെ എനിക്ക് ഫേവറായിട്ടുള്ള മറുപടിയല്ലേ കിട്ടിയിട്ടുള്ളൂ. അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണടി? താത്ത ശരിയല്ലതാണ്. ഹായ് ചെവി, ഇയാൾ തന്നെ സത്യം. താങ്ക് യു. ഇയറിങ്സ് കാണിക്കാമോ? കാശ് നോക്കിയില്ലടേ, ഒരു ഇയറിംഗ് അങ്ങ് വാങ്ങിച്ച് ഇത്ത ചച്ചാലും താണ്ട. എന്തിനേ? അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിലാണ് ഇത്ര ഇഷ്ടം. മര്യാദയുടെ ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ സൗകര്യമില്ല നൂർജ.
എനിക്ക് ഈ ഭാഷയാണ് ഇഷ്ടം. നീയൊക്കെ ഏത് വേൾഡിൽ ഏത് യൂണിവേഴ്സിറ്റി കറങ്ങി തിരി, നീ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ഷെഫീന ബീവിയുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ നിനക്ക് ഭാഷയുടെ ഗുണം എന്തെന്ന് മനസ്സിലാക്കി തരും. ഏച്ച് പോവാണങ്ങളെ. ഇപ്പൊ കുറച്ച് പാവങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി ഇത് മര്യാദക്ക് ഇത് കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ തിരിച്ച് മര്യാദ പഠിപ്പിച്ചു വിടും. ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തു. കൊടുത്തു നീ കാണണ്ട. അയ്യോ റിഫ, നീ എന്നെ കാണണ്ടെന്ന് നിർബന്ധമില്ല. ഒരു ഹായ് പറയൂ പ്ലീസ്. ഹായ്. ഫേസ്ബുക്ക് ഫുൾ ഓഫ് ആന്റീസ് ആൻഡ് അങ്കിൾസ് ലൈക്ക് യു ആന്റി. അഫ്കോഴ്സ്. എന്താ ആന്റി അങ്കിൾസ് ഒന്നും ഇവിടെ ജീവിക്കണ്ടേ? നീയൊക്കെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ആന്റി അങ്കിൾസ് ഒക്കെ ചത്തുവാണോ? അത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇതില്ലേ? ഇനിയിപ്പൊ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പനും അമ്മയൊന്നും ഇവിടെ ജീവിക്കണ്ടേ? ചടാ, നിങ്ങൾ കുറച്ച് പേര് മാത്രം തുണി ഊരിക്കൊണ്ട് ജീവിച്ചാൽ മതിയാ? ഞങ്ങളിവിടെ അന്തസ്സുള്ളവരൊക്കെ ജീവിക്കണ്ടേ? കുറെ തുണി ഊരി ടീമുകൾ മാത്രം ജീവിച്ചാൽ മതിയാ? ഇത് ഏത് വേൾഡ്? വെറ്റിംഗ് ഷുഡ് ലേൺ യുവർ ഗൈഡ് ലൈൻ ഫസ്റ്റ്. അത് ഞാനങ്ങ് സഹിച്ച്. നീ പോയി ഉണ്ടാക്കാൻ നോക്ക്. പോ മൊണ്ണേ. മെന്റൽ പവർ. ഞാനൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ തകർന്നു. ഇങ്ങനെ കുറച്ചെങ്കിലും നിൽക്കാൻ പറ്റിയെങ്കിൽ ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിയടേ. അങ്ങനെയൊക്കെ കുറെ പേര് പല കോപ്പും പറയും. നമുക്ക് പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ ശത്രുക്കൾ നമ്മളെ പുകഴ്ത്തുമ്പോഴാണ്. നമ്മളെ ശത്രുക്കൾ നമ്മളെ പുകഴ്ത്തി തുടങ്ങിയോ അവിടെ നമ്മൾ പരാജയപ്പെട്ടു എന്നർത്ഥം. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവണം. എത്രത്തോളം ശത്രുക്കൾ ഉണ്ടാവും അത്രത്തോളം നമ്മൾ ഉയർച്ചയിൽ എത്തും എന്നുള്ളതാണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വിന്നിങ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകണം. ഇപ്പോ പ്രധാനമന്ത്രി മോങ്ങിയെ എല്ലാവർക്കും ഇഷ്ടമാണോ? ആണോ? ഇല്ല. എന്തുകൊണ്ട് ഇഷ്ടമില്ല? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിനെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂ കുട്ടി? പറ്റൂല. പോട്ടെ, നമ്മുടെ മുഖ്യൻ മുഖ്യൻ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണോ? പറ്റുമോ? ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുമില്ലേ? സ്വാഭാവികം. Did you have any other works to do? ഈ രാത്രി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കേ ഉള്ളൂ. അത് നിന്റെ അമ്മച്ചി ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. നീ പോയി നിന്റെ അമ്മച്ചി വീട്ടിൽ വിളിച്ചോണ്ട് പോ. ചുമ്മാ എന്നെ കൊണ്ട് പാതിരാത്രി ഓരോന്ന് പറയിക്കാം. നിങ്ങളെ കാണുന്നതല്ലത്താ. ആരോ കമന്റ് ഇട്ടില്ലേ, അവർക്ക് കൊടുത്തതാണ്. ഇതാണ് എന്നെ അല്ല കുട്ടി. അതിൻ്റെ ഇടയ്ക്ക് വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വരത്തില്ലേ? ഇൻസ്റ്റ തുറന്നാൽ കാര്യം എന്താ എന്ന് അറിയാത്തവർ വരെ റിയാക്ഷൻ. അതിനേക്കാൾ ഉപരി നീ പോയി നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 മില്യൺ അടിച്ചടേ. 1 മില്യൺ അടിച്ച് അത് നിസ്സാര കാര്യമാണോ? ഇറ്റ്സ് നോട്ട് എ സ്മാൾ തിങ്. നോട്ട് ദ പോയിന്റ്. ഞാനി മണ്ണ പൂണൂണ കൊടുത്തതാണ്. സോറി റിഫ, സോറി ഞാൻ കണ്ടില്ലായിരുന്നു. സോറി. അതിനൊക്കെ മറുപടി കൊടുക്കാൻ ഇവിടെ കുറെ മോഡറേറ്റേഴ്സ് ഉണ്ട്. എവിടെ എടുത്ത് ദൂരക്കള ഇത്തരം വൃത്തികേടുകൾ എഴുതുന്നത്? വൃത്തിയിട്ടത് നിങ്ങളെ അപ്പോഴേ എടുത്ത കള. വേറുള്ളവരിന്ന് വ്യത്യസ്തയാണ് നിങ്ങൾ. ഇന്ന് വരെ ഒറ്റയ്ക്ക് തന്നെ ആരെയും കൂട്ടുപിടിക്കേണ്ട. അത്രേ ഉള്ളൂ. തുണിയൂരി ഇവിടെ ആരെയും നടന്നിട്ടില്ല. ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നോക്കിയാൽ പോരെ. നിനക്ക് നിന്റെ ജീവിതം നോക്കിയാൽ പോരെ. നീ ഇവിടെ വന്ന് നടന്നുണ്ടാക്കണം എന്തിന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിലൊന്നും പോകാം. എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകാറില്ല. അവിടെ തുണി ഉരിക്കൊണ്ട് നടക്കുന്ന അലവലാദികളോട് ഞാൻ ശംഖുമോം ബീച്ചിൽ പോകാറുണ്ട്. അവിടെ ആരും തുണി ഉരിക്കൊണ്ട് നിൽക്കാറില്ല. പബ്ലിക് ന്യൂസൻസിന് പിടിച്ചകത്താക്കും. കോവളം ബീച്ചിലാ? അത് സെപ്പറേറ്റ് സെക്ഷൻ അല്ലേ? അവിടെ ചെന്നു 1 മില്യൺ നിറവിൽ ഷെബീനത്ത. എയർ വ്ലോഗ് 1 മില്യൺ. മനുഷ്യൻ എന്തെല്ലാം പഠിച്ച് പറഞ്ഞ് എന്തെല്ലാം ചെയ്തു, എന്നിട്ടും പില്ല്. അവസാനം ഒരു ഏറികയറ്റം വേണ്ടി വന്നു ജനിച്ച് 1 മില്യനോ? ചുമ്മാ എന്ന് പറയണല്ലേ, അങ്ങ് കാണണോ? ഞാൻ നോക്കട്ടെ, എടുത്തോണ്ടിരിക്കാൻ പറ്റും. എല്ലാം 1 മില്യൺ അടിച്ചടേ. ചുമ്മാ ഇട്ടാ മതി. മുണ്ടാസേണി മൂഞ്ഞി. ഞാൻ എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. നേരത്തെ കുറച്ചുകൊണ്ടിട്ട് പിന്നെ 50K. ശിവനെ ശ്രീവാസ്തവ. അതായത് നമുക്ക് 1 മില്യൺ അടിച്ച് കേസ്. പടത്തോനെ ഇത് കണ്ട 1 മില്യൺ. എനിക്ക് വയ്യ, ഞാൻ എന്നെ കൊണ്ട് തോറ്റു. ഇത് കണ്ട, ഇതൊക്കെ കണ്ടാ നിങ്ങള്? നമ്മൾ തലകുത്തി മറിഞ്ഞ ഈ വ്യൂ കിട്ടുമോ ഗൈസ്? ലുക്ക് അറ്റ് ദാറ്റ്, ദ വ്യൂ. പടത്തോനെ എന്തെല്ലാം വ്യൂ ആണ്. കണ്ട, നീ ഇതിന് താഴോട്ടുള്ള വ്യൂ പണ്ടത്തെ കുറെ എണ്ണം എടുത്തിട്ട് ഞാൻ വ്യൂ കാണിച്ചു തരാം. എവിടാ പില്ലിതേ? 17K, 23K, 26K, 84K. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഗൈസ് ദാ വന്ന് നിൽക്കുന്ന 1 മില്യൺ.
അയ്യോ ഈ മാസം ഞാൻ റവന്യൂ എന്ത് ചെയ്യും? ഒരു പവന്റെ ഒരു മാല വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു കാറ് തന്നെ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോകുമ്പോൾ ബിഗ് ബോസിന്റെ ആദ്യത്തെ റൂള് തന്നെ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന്റെ നിയമം അറിയത്തില്ലേ? നമുക്കിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ ഇൻവിറ്റേഷൻ കിട്ടിയാൽ നമ്മളത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ വരും. ഞാനില്ലാത്ത ഏതെങ്കിലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഞാനുണ്ട്. പക്ഷെ നമ്മളത് പറയാൻ പാടില്ല. അത് നിങ്ങൾ കണ്ടില്ലേ, കൊണേശം പോയത് അങ്ങനെയല്ലായിരുന്നു. തലേന്ന് വരെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് പിറ്റേന്ന് എഴുന്നേറ്റ് പോയായിരുന്നു. അതങ്ങനെയാണ് എന്റെ നിയമം കേട്ടോ. എന്നും ഈ തന്റെ അടുത്തോട് കാണാൻ ആഗ്രഹിക്കുന്നു. പഴയ പോലെ തന്നെ വീഡിയോ ഉഷാറാട്ടെ. ഇപ്പൊ തനൂജ ലൈവിൽ ചെയ്യുന്ന കോപ്രായങ്ങളൊന്നും നോക്കുമ്പോ ചിരിച്ചൊരു എന്ത് വേണ്ടടേ, നമുക്കതൊന്നും കാണണ്ട. അതൊക്കെ അവര് തമ്മിലുള്ള ഇഷ്യൂസ് അവര് തമ്മിൽ തീർക്കട്ടെ. സനു ജോർജ് നിന്നെയൊക്കെ ബിഗ് ബോസ് കെറ്റിയാൽ ഉള്ള അവസ്ഥ അത് സത്യമാണ്. സോൻ മണിയെ പോലുള്ള രഞ്ജിനി ഹരിദാസിനെയൊക്കെ പോലുള്ള പേപ്പട്ടിയൊക്കെ കയറാമെങ്കിൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോവാത്തതാണ് നല്ലത്. ഞാൻ ബിഗ് ബോസിൽ പോകൂല കുട്ടികളെ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിൽ ഞാൻ പോകൂല. ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്, ഞാൻ ബിഗ് ബോസിൽ പോകൂല. ഒന്നാമത്തെ കാര്യം കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്ക്. അതില് ബുദ്ധിമുട്ടുള്ള ശാരീരിക അസ്വസ്ഥ്യമുള്ളവർക്ക് ഒന്നാമത് അതിനകത്ത് വലിയ പാടാണ്. 2, എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള എന്നെ അതിനകത്ത് പിടിച്ചെങ്ങാനായിട്ടോ ഞാൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തും കേസ്. നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? ശരിയാ, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടും. മലയാളികൾക്ക് ഇപ്പോഴും മറ്റുള്ളവർ കുറ്റം ഇതൊക്കെ ഇതിനേക്കാൾ വലിയ കുറ്റമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇത്ര വ്യൂ കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് നിനക്ക് അസൂയും കുസുമ്പുമാണ്. എനിക്കിപ്പം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ജാൻമണി ആൻഡ് രഞ്ജിത്ത്? ദേ ആർ ഗുഡ്. ഐ ഡോണ്ട് നോ എന്തിനാണ് ആവശ്യമില്ല ചീത്ത വിളിക്കുന്ന ആ കുട്ടീനെ. നീ ഇപ്പൊ അതാണ് കേട്ടതാ പറഞ്ഞ മോളെ തക്കാളി മോളെ, എരുമമുണ്ട മോളെ, കാക്കരച്ചി മോളെ, എടി എട്ടിച്ചാത്ത കുട്ടിച്ചാത്ത ചന്ത ചുക്ക മോളെ, എടി ബസ് സ്റ്റാൻഡ് കക്കൂസിന്റെ മോളെ. ഞാൻ ഇവിടെ തെറിയാണ് അടി വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിന്നെ തെറി വിളിച്ചിട്ടുണ്ട്. നീ ചോദിക്കും എന്തിനു നിന്നെ വിളിച്ചതെന്ന്. ഈ വൃത്തികെട്ട കമന്റ് ഇവിടെ എഴുതിയിട്ടാണ് നിന്നെ തെറി വിളിച്ചത്. മംഗോളിയൻ പോത്ത് ഇന്നലെ ഇത്തയുടെ ക്ലബ് ഹൗസ് കേൾപ്പിച്ചു. പോത്തിന് കണ്ടന്റ് ഇല്ല ഇത്തവണ. അതൊരു കാര്യമുണ്ട്. ഇന്നലെ ഞാനെങ്ങാണ്ട ആരെങ്ങാണ്ട ഫേക്ക് ഐഡി അവിടെ ചെന്ന് എന്തരാ തകർത്ത്. അതിന് ഇവള് എന്നെ കിടന്ന് തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ടിങ് സാധനം എനിക്ക് കൊണ്ടുവന്നിട്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞാൻ നിന്നെ പോലുള്ള തൊട്ടി ചവറ് പിറകികളുടെ വീഡിയോ ഒന്നും വന്ന് കാണാറില്ല. നിന്നെ പോലുള്ള അലവലാതി തക്കാളി എരുമമുണ്ടകളുടെ ചാനലൊന്നും ഞാൻ വന്ന് വിസിറ്റ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള ഞാൻ വന്ന് നിനക്ക് കമന്റ് ഇട്ടു. അതിന് മാത്രമല്ല യോഗ്യത നിനക്കിട്ടത് നീ ചിന്തിക്കുന്നെങ്കിൽ പാടി പോയാൽ ഞങ്ങളെ പോലെയുള്ള കുറച്ചു പേർക്ക് സങ്കടമാകും. തന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. ഡെയിലഡേ ഞാൻ പോകില്ല. ദീപ്തി കല്യാണി ഷെഫിയെ തെറിറ്റീറ്റം എന്ന് വിളിക്കുന്നു. അത് അവളുടെ അച്ഛന്റെ പേരാണ്. അതങ്ങനെ പറയണതാണ്, സാരമില്ല. ട്രാൻസ് ജെൻഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് സെക്സ് വർക്കേഴ്സ് അല്ലേ, നമ്മൾ സെക്സ് മാഫിയക്കെതിരെയല്ലേ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആ പ്രശ്നം വരും. ചേച്ചി ഒരു ഇന്റർവ്യൂ കൊടുക്കൂ പ്ലീസ്. വേണ്ടടാ, ഇപ്പൊ വേണ്ട. ബസ് സ്റ്റാൻഡിൽ പോയി നല്ല പരിചയം ഉണ്ടല്ലേ? നിന്റെ അമ്മച്ചിയ ഇങ്ങനെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്ന കാണാനും ഷൂട്ട് ചെയ്യാനും വേണ്ടി ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു. വേണ്ട ഇന്റർവ്യൂ ഇപ്പൊ കൊടുക്കണ്ട. ജാസ്മിൻ ജാഫർ കാരണമാണ് ഇത്താടെ ചാനൽ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ തന്നെ സബ്സ്ക്രൈബ് അങ്ങ് അടിച്ച്. ഇപ്പൊ നിങ്ങളാണ് മുത്താണോ? ചേച്ചി, നിങ്ങളുടെ മക്കൾ ഭാവിയിൽ പുറം രാജ്യത്ത് പോയാൽ അവരുടെ വേഷവിധാനത്തെ അവർക്ക് എതിർക്കും. അതോ കണ്ണടച്ച് നടക്കുമോ? അല്ല നിങ്ങൾ പോയാൽ എന്താ കണ്ണടച്ചോ? ഞാൻ 22 വർഷത്തെ പ്രവാസിയാണ്. വിദേശത്ത് ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനെയൊക്കെ തോന്നിവാസ വസ്ത്രങ്ങളും ബിക്കിനിയും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് റിഗ റോഡിലും അൽറിഫ റോഡിലും ബറാഹ റോഡിലും ഒക്കെയാണ്. 5-നും 10-നും വിൽക്കാൻ നിൽക്കുന്നവരാണ് അങ്ങനത്തെ ഉടുപ്പുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായ? ചേച്ചി മൂക്കുത്തിയപ്പോ വേദനയുണ്ട്. ரொம்ப മുഖ്യം ரொம்ப മുഖ്യം. മൂക്ക് കുത്തിയപ്പോ വേദനിച്ചോ? വാഴത്തോട്ടം ബീവി അതൊക്കെ ഒരു സമയം വരുമല്ലേ? മനോജിട്ട ആള് കൊള്ളാലോ. ഞാനൊരു സ്ഥിരം പ്രേക്ഷകയാണ് എന്ന ഒരു മനക്കരുത്താണ്. പഠിക്കാനും മാത്രമുണ്ട് ഞങ്ങൾക്കൊക്കെ. ശാരികയ്ക്ക് ക്യാമ്പയിൻ എവിടെ? അത് അവരുടെ ചാനലിൽ പോയി ചോരുടെ.
നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയാണോ ചെയ്യുന്നത്? അല്ല എന്ന് പറയാൻ നീ ഇതുവരെ എത്ര വീഡിയോ എന്റേത് കണ്ടിട്ടുണ്ട്? തെറ്റ് ചെയ്തവരാരുമില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വയ്യ നിങ്ങൾക്ക്? എനിക്ക് വയ്യയുടെ അസ്കിതയുണ്ട്, തൂറിക്കോളാം വയ്യ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീ ഇങ്ങോട്ട് വാ തുറന്നു വരികയാണെങ്കിൽ ഏകദേശം ഞാൻ അസ്കിത അങ്ങ് മാറ്റിയാനായിരുന്നു, എനക്കും ഒരു സമാധാനം. ഇപ്പോഴാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പഴയതുപോലെ ആണോ? താങ്ക് യു. സഭ്യമായ ഭാഷ അറിയാമല്ലേ? അപ്പോ ഇല്ലടി, എനിക്ക് അറിയത്തില്ല. ഞാൻ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തല്ലേ. നിന്റെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം കേൾക്കുന്ന ഭാഷയാണ് ഞാൻ പറഞ്ഞേ. തെറ്റെന്താ പറയണം? ഹഫ്കോഴ്സ് അത് പറയും. ബീച്ചിൽ വിൽക്കുന്നിടുന്നതോ? ആയിക്കോട്ടെന്നേ, നീ ബീച്ചിൽ പോയിക്കടാ. ബീച്ചിലൊരു കൺസേണിലല്ലേ നിൽക്കുന്നത്. അതും ഇട്ടുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ വരാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. എടേ, നിങ്ങൾ കുറെ തുണി ഊരികൾ ദയവ് ചെയ്തിട്ട് തുണി ഊരി സാധനവും കാണിച്ച് പോയി റോട്ടിൽ നിന്നോ. എന്റെ അടുത്ത് അത് അംഗീകരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാനും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയ കുറെ പേര് ഇവിടെയുണ്ട്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിന് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മാറ്റി പറയത്തില്ല. തുണി ഊരിയിട്ടുള്ള ഒരു പുരോഗമനവും എനിക്കില്ല, മനസ്സിലായോ? അതിനൊക്കെ നല്ല പുരോഗമനവാദി തന്നെയാണ് ഞാൻ. പുരോഗമനം വരുന്നത് ജട്ടിവാടിയിൽ നിൽക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രേണു സുധി ചെയ്യുമ്പോൾ മാത്രം കുഴപ്പം, വേറുള്ളവർ ചെയ്യുമ്പോൾ ഓക്കെ എന്ന് പറയുന്ന ഡബിൾ ഫാദർ സിൻഡ്രം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ എന്താ വെച്ചാൽ ചിന്തിച്ചോ. നീ തുണി ഊരിയോ? അച്ഛന്റെ മുമ്പിൽ പോയി തുണി ഊരി നിൽക്കേ, അമ്മച്ചിയുടെ മുമ്പിൽ പോയി തുണി ഊരി നിൽക്കേ, നടുറോട്ടിൽ ഇറങ്ങി തുണി ഊരി നിൽക്കേ, എന്താ ചെയ്തോ. ഇവിടെ ആർക്കെന്ത്? ഞങ്ങളത് അംഗീകരിക്കണമെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പിള്ളേർ അത് ചെയ്താൻ വന്നാൽ അടി പറ്റിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മുടെ കൊച്ചുങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റൂ, നാട്ടുകാരെ നമുക്ക് വല്ലതും പറയാൻ പറ്റൂ? അതിന് നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചാൽ നിന്റെ അപ്പന്റെ വീട്ടിലല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ എന്റെ ചാനലിലാണ് ഇരിക്കുന്നത്. എന്റെ ചാനലിൽ ഇരുന്ന് ഞാൻ എന്റെ അഭിപ്രായം അല്ല നിന്റെ തന്തേരെ വീട്ടിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നീ അഭിപ്രായം പറയണ്ടെങ്കിൽ നീ ഇവിടെ ഒന്ന് കമന്റ് ഇടുന്ന എന്തിന്? നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. താങ്ക് യു. ദിവസവും ഒരു പ്രപഞ്ചശക്തി ആയുസ്സും ആരോഗ്യം തരുന്നുണ്ട്. നിന്റെ ഓരോ ദിവസവും മറ്റുള്ളവരുടെ കാര്യം തിരക്കിടുന്നത് വേസ്റ്റ് ആണല്ലോ. അതൊക്കെ നിനക്ക് അങ്ങനെ പലതും തോന്നും. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇവിടെ വന്ന് കമന്റ് ഇടാനുള്ള ഇത് കാണിച്ചത്. സ്ലോലി ഇട്ടാൽ ഞാൻ ഓരോരുത്തർക്കായിട്ട് മറുപടി തരാം. ഷീടി ഇട്ടാൽ വലിയ കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് ഷീടി ഇട്ടാൽ പലതും കാണാതെ പോകും. പിന്നെ പറയുന്നത് ഞാൻ കമന്റ് വായിച്ചില്ല. കമന്റ് വായിക്കാനായിട്ട് സമാധാനമായിട്ടിട്. 1-2 പേരിട്, നിർത്തിയിട്. അപ്പൊ ഞാൻ വായിച്ചു പറയും. ആരെല്ലാം ഉണ്ട് നിനക്ക് മാത്രം ഇത്ര തിളപ്പെന്ത്? എനിക്ക് തിളപ്പുണ്ട്. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ എന്താണെന്നറിയാമോ? അയ്യോ, നമ്മുടെ പിന്നെ തീട്ട മാലിന്യം ഉണ്ടല്ലോ, ശീതള് പറയാറില്ലേ, കേൾക്കാറില്ലേ? ഇവിടെ എത്ര പേര് പറഞ്ഞാൽ അതൊന്നും കേൾക്കാറില്ലേ? സബ്സ്ക്രിപ്ഷൻ അകത്ത് കയറി കുത്തിയിരുന്ന് അവിടെ എന്ത് നടക്കണമെന്ന് എടുത്ത് പബ്ലിഷ് ചെയ്ത മിടുക്കന്മാരുണ്ട് ഇല്ലേ? അവർക്കൊന്നും കുഴപ്പമില്ലേ? അത് സൂപ്പറായിരുന്നാ? ചേച്ചി ഇല്ലടാ, അങ്ങനെ സമാധാനം വരുന്നില്ല. അതുകൊണ്ടാണ് സുഡാപ്പി. യെസ്, ഓഫ് കോഴ്സ് ഐ ആം സുഡാപ്പി. യുവർ വ്യൂ ഓഫ് ഫെമിനിസം ഈസ് റിയലി റെസ്പെക്റ്റബിൾ. വൈൽ ഡ്രസ്സിംഗ് ഫ്രീഡം ഈസ് സംബഡീസ് റൈറ്റ്. അതൊക്കെ നിങ്ങളുടെ കൊച്ചുങ്ങളല്ലേ പറയാൻ പറ്റൂന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണാവോ ദയാനെ പറഞ്ഞത്? അവള് തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ നീ നിന്നെ മെറ്റീരിയലൈസ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പബ്ലിക്കിലിട്ട ഒരു സാധനമാണ് ഞാൻ എടുത്തു വെച്ച് പറഞ്ഞത്. മനസ്സിലായ? എന്റെ കൊച്ചുങ്ങൾ അങ്ങനെ ഇട്ട് നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറയുന്നതിനൊരിതാണ്. മോളെ ജുവല്ലേ, ഞാൻ എത്ര ഹായ് തന്നു, നീ വീണ്ടും ഹായ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാ? ഞാനും ചിന്തിച്ചു, രേണുവിനെ കുറ്റം പറഞ്ഞവർ മഞ്ജു പിള്ളയെ മോളെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നുമില്ല. ഇത് സോക്കേട് വേറെയാണ്. ഇത് എന്ത് സോക്കേടാണെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്, കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് നമ്മളിനിയിപ്പോ എന്തോന്ന് പറയാൻ പോകുന്നത്? കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം. അളിഞ്ഞ ഭയം ആണല്ലോ രശ്മി. നിന്റെ അമ്മച്ചിക്കും നിനക്കും നിന്റെ മോക്കും നിന്റെ കുടുംബത്തിനും മൊത്തം ഉള്ളതല്ലേ? അത് നിന്റെ വാക്കുകളിലുണ്ട്. ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി സൂപ്പർ. പോയാ നിർത്തിയ എല്ലാവരും? എന്തെങ്കിലും പറ്റിയാ? വാട്ട്സ് നാഗാസ് ഇഷ്യൂ? നാഗാസ് ഇഷ്യൂസ് കഞ്ചാവ്. MDMA പ്രോപ്പറായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സംസാരങ്ങൾ അവിടെ നിന്ന് വരും. ഞാനൊരു പാക്കറ്റ് MDMA എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്താൽ നിങ്ങളെ മുഴുക്കിരുന്നുള്ള തെറി വിളിക്കും. ഏത് വേണം?
ധാരാളം വ്ളോഗേഴ്സ് ഷെഫീന ബി വിമർശിമാരുടെ കേസാക്കിയോ. നാഗച്ചേച്ചി നിങ്ങൾ നല്ലോണം പൊങ്കാലിട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരം. ഇത് ഇസ്ലാമിക രാജ്യമല്ല, നിന്റെ ഫത്വ അനുസരിച്ച് ജീവിക്കാൻ. ആണോ? ഇത് ആദിവാസികളുടെ കാലഘട്ടവും അല്ല. അവിടെയാണ് ഇങ്ങനെ തുണിയില്ലാതെയൊക്കെ ആളുകൾ നടക്കുന്ന. കാട്ടുവാസികളൊക്കെ ഇങ്ങനെ നടക്കണം, നമ്മളാരും അങ്ങനെയല്ല. ഇപ്പോഴെന്ന് വെച്ചാൽ ആദിവാസികൾക്കുള്ള സംസ്കാരം പോലും നമ്മുടെ നാട്ടുവാസികൾക്കില്ല എന്ന് വേണം പറയാൻ. മരവുരി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു നടക്കുകയാണ്. തോത്ര യുഗത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പോടി തുണിയൂരികളെ പോയി തരത്തി കളിക്ക് പോകാന്നൊക്കെ. കേരളത്തിൽ പുതിയ പ്രതിഷ്ഠ നവോത്ഥാന നായിക. ഇപ്പൊ എല്ലാവരെയും പറതയിടിക്കും. ആര്? ഞാനാ? സംഗിണിയുടെ സോക്കേട് എന്തെന്ന് മനസ്സിലായ സ്ഥിതിക്ക് സംഗിണി അവിടെ ഇരുന്ന് തൊര. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നോക്കി പലരും നോക്കുന്നു. താത്ത ഷെഫീനായ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല, അത് നോക്കിയിരുന്നവർ വെള്ളം കുടിക്കും. എന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് ചോദ്യം ഞാൻ അങ്ങോട്ട് രാജലക്ഷ്മിയോട് ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? വൈ യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻ? നിങ്ങൾ എന്നോട് വന്നിപ്പോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള ആ ത്വര ഉണ്ടായത് എവിടുന്നാണ്? എന്തിന് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു? വൈ? അതിനുത്തരം എഴുതിയിട ആദ്യം. ഹായ് ഷെഫീന, ഹായ് ഷമ്മു. ഇത്ത പറഞ്ഞത് കറക്റ്റാണ്, ഒരു തെറ്റുമില്ല, അത്രേ ഉള്ളൂ. ഫോർ സ്പീക്കിംഗ് അപ്പ് ട്രൂത്ത് ഇൻഫ്ലുവൻസർ ചെകുത്താൻ ഗോട്ട് അറ്റാക്കഡ്. എനിക്ക് തോന്നുന്നില്ല അത് മറ്റേ അറ്റാക്ക് ആണെന്ന്. ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല, മനസ്സിലായ? എനിക്കത് പറയാനുള്ള ഒരു ഇതില്ല. എനിക്ക് ഡൗട്ടുണ്ട് അത് അവര് തന്നെ കൊടുത്തതാണോ എന്നുള്ളത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് ഒരു കാര്യം ശരിയാകാനും തെറ്റാകാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ആര്യ ഥൂ വ്ളോഗേ. ഞാൻ എന്റെ മക്കളെ എവിടെ തുറന്നു കാണിക്കുക? എനിക്ക് പെമ്മക്കളൊന്നുമില്ല തുറന്നു കാണിച്ചോണ്ട് വന്നിട്ട് എന്റെ മക്കൾ കാണിച്ച സൂപ്പർ എന്ന് പറയാനായിട്ട്. പാവമല്ലേ മഞ്ജുപിള്ളേനെ? അതിന് ഭയങ്കര ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടാ സുഖാണത്ത? ഓ സുഖം. പിന്നെ നീ എന്തിനാ ലൈവ്? എന്റെ ചാനലിൽ ഞാൻ ലൈവ് ഇടുന്നു, നിനക്കെന്ത്? നിന്റെ വീട്ടിൽ വന്ന് നിന്റെ തലയിൽ കയറിയിരുന്ന് ലൈവ് ഇട്ടാ? ഞാൻ എന്റെ ഡാറ്റ, എന്റെ ചാനല്, എന്റെ വായ്, എന്റെ മുഖം, എന്റെ ഫേസ്, എന്റെ മൊബൈലിൽ ഞാൻ ലൈവ് ഇടുന്നു, നിനക്ക് എവിടെ കടിക്കുന്നു? ഹായ് ഷെഫീന, കണ്ണ് സുഖമായ? ഇല്ലടേ, ചെറിയ പ്രശ്നമുണ്ട്. ആരെല്ലാം തളർത്താൻ നോക്കിയാലും തളർത്തത്. തീയിൽ കുരുത്ത ഷെഫീന, വെയിലത്ത് പാടില്ല എന്നറിയാം. ഒരുത്തൻ ഇത്താടെ ഫോട്ടോ ചീപ്പസ്റ്റ് ആയി വരാതിരിക്കുന്നത് ടേക്ക് ആക്ഷൻ എഗൻസ്റ്റ് ഹിം. ഒരുത്തൻ ഇത്താടെ ഫോട്ടോ ചീപ്പസ്റ്റ് ആയി വരച്ചിട്ടുണ്ട്, ടേക്ക് ആക്ഷൻ. അതെനിക്ക് ഇട്ട് തന്നതല്ലേ വാട്സാപ്പിൽ? ഓക്കെ. ദിസ് കുഡ് ബി ബ്ലൈൻഡ് ഫാൻസ് ഓഫ് മോഹൻലാൽ. ചാൻസസ് ആർ ദയർ. പക്ഷെ എനിക്ക് വേറെ എന്തോ ആണ് ഫീൽ ചെയ്യുന്നത്. എന്തിനാ ചേച്ചി വീഡിയോ റിമൂവ്? അത് നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നതാണ്. വീഡിയോ ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല. ഫേസ്ബുക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല. എന്റെ ഇതിനകത്ത് അവര് സ്ട്രൈക്ക് തന്നതാണ്. 10 വർക്കിംഗ് ഡേയ്സിൽ ഞാനത് റീകളക്ട് ചെയ്ത് കൊണ്ടുവരും. ഞാൻ റിമൂവ് ചെയ്യത്തില്ല. ഹായ് ഷാജി. തന്നാകെ ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിപ്ലൈ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ വൈകല്യത്തിനെതിരെ പറഞ്ഞതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ വൈകല്യത്തിന് മോശം പറഞ്ഞതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കാണിക്കും, പക്ഷെ നോക്കരുതെന്നാണ് പറയുന്നത്. കറക്റ്റ്. അവർ കാണിച്ചുകൊണ്ട് നടക്കും, നമ്മൾ നോക്കരുത്, നമ്മൾ പറയരുത്. 2026 തുണി ഊരി നടക്കാം എന്നുള്ളതാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം. ജി കിഡ്സ് ഒക്കെ പറയണതാണ്. അങ്ങനെ എല്ലാവരെയും പറയണ്ട കേട്ടോ. ഒത്തിരി പേര് അതിനെ എഗൻസ്റ്റ് പറയുന്നുണ്ട്. അതൊന്നും ശരിയായ ഒരു നടപടിയില്ലെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർത്ത് അങ്ങനെ പറയണ്ട. അതൊക്കെ അവർക്ക് അങ്ങനെ തോന്നുന്നു, അവരങ്ങനെ കാണിക്കട്ടെ. നമ്മൾ അതിന് ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചാൽ അതിനെതിരെ ആക്ഷൻ നമ്മളാണ് എടുക്കേണ്ടത്. ഏറ്റുമാനൂരും കാറിൽ ഷോൾ ഇടാതെ ക്യാൻ ലൈവ്. നിങ്ങൾ ഈ കോണ്ടസ്റ്റേ ഡിഫറെന്റ് ആക്കി കൊണ്ടുപോകാതെ ദേവി ചെയ്തിട്ട് ഷാൾ ഇടാത്തതോ സ്ലീവ്ലെസ്സോ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അത് വേറെ ലെവലിൽ കൊണ്ടുപോകുന്നത്? ഞാൻ ഷോൾ ഇടാത്തതിന് പറഞ്ഞിട്ടില്ല, സ്ലീവ്ലെസ്സിന് പറഞ്ഞിട്ടില്ല, മിഡി ടോപ്പിന് പറഞ്ഞിട്ടില്ല. അതിനൊന്നും ഞാൻ എതിർത്തിട്ടില്ല. ഞാൻ ചോദിച്ചത് ആ ഡ്രസ്സ് എത്ര വൾഗറായിരുന്നു, അത് ഫാഷനബിൾ ആണ് എന്ന് പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാത്തത് ഇഷ്ടപ്പെട്ടെന്നല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. വൈകല്യത്തെ പറ്റി പറയുന്നതാണ് യഥാർത്ഥ വൈകല്യം. പരിഹസിക്കുന്നതാണ് യഥാർത്ഥ വൈകല്യം. ചേച്ചി പറഞ്ഞത് പറഞ്ഞ രീതി ഒരുപാട്. നിങ്ങൾ അതെന്റെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ടാണ്. ഇതിനെക്കാട്ടി വലിയ രീതിയിലൊക്കെ ഞാൻ പറയാറുണ്ട്.
ഫർദ ഇടാമോ താത്ത? നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇട്ടോ. ഞാൻ അതിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല. ഞാൻ ഫർദ ഇട്ട് നീ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ആ കൊണയടിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? രഞ്ജിനി ആൻഡ് ജാൻമണി യൂട്യൂബിൽ ഇത്തയെ പറ്റി കൊണ പറയുന്നതുണ്ട്. സമയം കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊണ്ടുവരാനാണ്. ഇതേ സമയം എന്റെ ഭാഗത്തേക്കും വരുമെന്നും അന്ന് രഞ്ജിനി ബഹിരാകാശത്തല്ല ശൂന്യാകാശത്തേക്ക് പോകുന്നുള്ളത് രഞ്ജിനിക്ക് ഒരു തിരിച്ചറിവായിരിക്കണം. അമ്മാതിരി ഞാൻ തിരിച്ചു കൊടുക്കും കേട്ടാ. തള്ളേ, അത് ഫാഷൻ ഷോട്ടാണ്. ആണോ തന്തേ? അത് ഞാൻ അറിഞ്ഞില്ല. നിന്റെ മോക്കും അത് വാങ്ങിച്ചിട്ടോളൂ. എന്നിട്ട് ഫാഷൻ ഷോട്ടിന് പറഞ്ഞു വിട്. ചെല്ല്. ഫാഷൻ ഷോട്ട് ഫാഷൻ അങ്ങനെയുള്ള മീഡിയയിൽ കാണിക്കണം, അല്ല പബ്ലിക് പ്ലേസിലല്ല. ഓക്കെ, കാണിച്ചാൽ നമ്മൾ പറയും. പ്രൊഫഷണലായി തുണി ഊരിയാലും പ്രൊഫഷണൽ അല്ലാതെ തുണി ഊരിയാലും തുണി ഊരൽ എന്നേ പറയാൻ പറ്റുള്ളൂ. ആരൻ ടു ജലസി ഗസ് വല്ലപ്പൂല ജലസി ഞാൻ even I have some doubts about that, but it is better not to say unless we have confirmation, as it involves potential danger, because another YouTuber I know also faced physical assault threats. ഓരോരുത്തരുടെ ഇഷ്ടം ആണ് എന്ത് ഇടണം എന്നുള്ളത്. അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് നമുക്ക് എന്ത് കാണണം കാണണ്ട എന്നുള്ളത്. ഞമ്മക്കുണ്ട് ഇഷ്ടം, അവർക്ക് മാത്രമല്ല. നീ എഴുന്നേറ്റ് പോടാ, തലയിൽ തട്ടയിട്, മുലയിൽ മറ്റത് വെക്കാന്ന് പറഞ്ഞോണ്ട് വരാതെ. എന്തിനാ വീട്ടുകാരെ പറയണേ? തോന്നിയാസം എഴുതി വെച്ചാൽ തോന്നിയാസം പറയുന്നവരെ തന്തയ്ക്ക് നള്ളയ്ക്കും വിളിക്കും മോളെ, അത്രേ ഉള്ളൂ. ചേച്ചി സൂക്ഷിച്ചോ? മഞ്ജു പിള്ള ചേച്ചിയുടെ പൂട്ടി തൂങ്ങും. ചേച്ചിയെ പൂട്ടി തൂങ്ങുന്നു. എന്തൊക്കെ വൃത്തിയടാ എഴുതിയത്. ചേച്ചി, തൊപ്പീനെ ഓർമ്മ ഉണ്ടോ? ചാനൽ പൂട്ടി. തൊപ്പി സെക്ഷൽ ഇതാണ് ഇട്ടത്. അപ്പൊ അത് പൂട്ടാൻ ചാൻസ് ഉള്ള ചാനൽ ഏതാണെന്നും കൂടെ നിങ്ങൾ ആലോചിച്ചു. എന്റെ ചാനൽ അങ്ങനെ പൂട്ടി പോകത്തില്ല കേട്ടോ. സ്ത്രീകൾ ചെയ്യുന്ന തുണിയൂരുന്ന കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു സ്ത്രീയായ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ എതിർപ്പുകൾ ഇങ്ങനെ അണ്ണാക്കൽ ഒരു പുരുഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവനെ അത് അങ്ങനെ പല എതിർപ്പുകളും ഉണ്ടാവും. മനസ്സിലായില്ലേ? നാഗ MDMA അടിക്കുന്നു എന്ന് പറയുന്ന സത്യമാണോ? ഏതാണ്ട് സംസാരവും പ്രവർത്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യമായിരിക്കത്തില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അതെ, നിങ്ങൾക്ക് കണ്ടാൽ അത് നോക്കാണ്ടിരുന്നാ പോരെ. ആ കണ്ണടച്ചോണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാ, കണ്ണ് തുറന്നു വയ്ക്കാനേ പറ്റുള്ളൂ. ഹായ് ജുവൽ. സ്ത്രീകൾ ചെയ്യുന്ന തുണിയൂരുന്ന ഇത് റിപ്പീറ്റ് വരാതെ. ചേച്ചിക്ക് അൺഫോളോ അടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പോയി തരാമോ ശല്യമേ പ്ലീസ്. എന്നെ അപ്പോൾ ഒന്നും കാണില്ലല്ലോ. ഒരാളുടെ ലൈഫിൽ കയറി കളിക്കുന്ന ശരിയല്ല. എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. ആവണി ഇവിടെ വന്നിരുന്നോണ്ട് എന്നെ ശല്യം ചെയ്യാം. നീ ഒന്ന് പോത്താ ശല്യമേ. പോ ഇറങ്ങിപ്പോ. സ്വയം നന്നായിട്ട് വരാം. ഞാൻ ഇവിടെ ജട്ടിയും പാടിയിട്ടുണ്ട്. ഇന്ന് സിനിമ ഷൂട്ട് നടത്തുന്നില്ലല്ലോ. അപ്പം ഞാൻ നന്നാവാ ഇങ്ങനെ ചെയ്യാം. ഒരു പെൺകച്ച് അങ്ങനെയാണോ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കും. അതൊക്കെ നമ്മൾ കണ്ടോണം. മനസ്സിലായില്ലേ? ഇവരൊക്കെ അതാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയൊക്കെ നിൽക്കും. നമ്മൾ അതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ പൊത്തിക്കൊണ്ടിരിക്കണം എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ മയില് പോവാതെ ഇവിടെ കിടന്നോണ്ട് കാണാണ്. പോ ആവണി നാറി ഓട്. നീ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ നിർത്താൻ എനിക്ക് വകുപ്പില്ല. ഓട്. കട്ടിലിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ കട്ടിലിന്റെ അടി മോളെ വീട്ടിൽ ചോദിച്ചു നോക്ക്. നിന്റെ കട്ടിലിന്റെ അടിയിൽ, എന്റെ അമ്മച്ചിയുടെ കട്ടിലിന്റെ അടിയിലൊക്കെ ആരെങ്കിലും ഒക്കെ കാണും. എന്റെ കട്ടിലിന്റെ അടിയിലല്ല, എന്റെ ഒപ്പമായിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരിക്കുക. കട്ടിലിന്റെ അടിയിൽ എടുത്തുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ചെയ്യുന്ന കൊച്ചിന്റെ ഫാമിലിയില്ല. അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്. ഞാനും എന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കാണുമ്പോൾ പറയുക എന്നുള്ളത് എന്റെ തൊഴിലാണ്. ഒരു റിയൽ ഫെമിനിസ്റ്റ് ഒരിക്കലും മറ്റുള്ള ഗേൾസിനെ ഇത്രയ്ക്കും മോശം ആക്കി സംസാരിക്കത്തില്ല. ആണോ? ഇപ്പോ ഡൽഹി ബേസ്ഡ്, ഡൽഹിയിലാണോ കറക്റ്റ് സംസ്ഥാനം ഏതെന്ന് അറിയത്തില്ല. ഇപ്പൊ റീസെന്റ് ഒരു പെൺകുട്ടി അവളുടെ വരനെന്ന് പറഞ്ഞാൽ വിവാഹം അയച്ചിട്ടില്ല, വിവാഹം ഫിക്സ് ചെയ്തതേ ഉള്ളൂ. അവനൊരു മലയുടെ മേളിൽ കൊണ്ടുപോയി തള്ളി താഴെയിട്ട്, ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് അവളെ എടുത്ത് മടി വെക്കണോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ റീസെന്റ് ഒരു ഹസ്ബൻഡിനെ കാമുകന് വേണ്ടിയിട്ട് ഭാര്യ കൊന്ന് മുറിയുടെ, അതായത് ബാത്റൂമിന്റെ ഒരു മൂല പൊളിച്ച് അതിനകത്ത് കുഴിച്ചു മൂട്ടിയിട്ട് അവളെ ഒരു പെണ്ണായതുകൊണ്ട് ഞാനെടുത്ത് മടി വെക്കണോ? വേണോ? അതേപോലെ അല്ല എലിവിഷല്ല അവള് മറ്റേ ആ വ്യാളിയുടെ പേരെന്തോന്ന്, സൈനൈഡ് ജോളി പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ അവളെ എടുത്ത് എന്റെ മടി വെക്കണോ? കഷായം ഗ്രീഷ്മ എടുത്ത് ഞാൻ എന്റെ കാലിന്റെ ഇടയിൽ വെക്കണോ? വേണോ?
ചേച്ചി ജയിലിലായിരുന്നെന്ന് കേട്ടു. 2-3 ദിവസമായിട്ട് അവിടെ ആയിരുന്നു, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. മഞ്ജു പിള്ള എല്ലാം കലക്കി തന്ന് കേട്ടു. ശരിയായോ? ഐ ഡു എഗ്രി വിത്ത് സം ഓഫ് യുവർ വ്യൂസ് ബട്ട് യു ആർ വെരി ഡിസ്റെസ്പെക്ട്ഫുൾ. താങ്ക് യു സോ മച്ച്. ഷാജി, റിപ്പീറ്റ് കമന്റ് ഇടുന്നതേ നമുക്ക് മറ്റൊന്ന് വായിക്കാൻ പറ്റത്തില്ല. അപ്പം റിപ്പീറ്റ് കമന്റ് ഇടുന്നവരെ അങ്ങ് റിമൂവ് ആക്കിക്കളാം. അപ്പൊ റിപ്പീറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും അത് റിപ്പീറ്റ് കൊണ്ടിടുന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ആക്കിക്കളാം. അപ്പൊ എനിക്ക് അടുത്തത് വായിക്കാൻ പറ്റും. എല്ലാവരും മെനക്കെട്ട് കമന്റ് ഇടുമ്പോൾ നമ്മൾ വായിക്കണ്ടേ. അതുകൊണ്ട് റിപ്പീറ്റ് ഇടുന്നവരെ റിമൂവ് ആക്കും. ഒരു പെൺകുച്ചുണ്ടായിരുന്നെ നിങ്ങൾ അങ്ങനെ പറയുമായിരുന്നോ? എനിക്ക് പെൺകുട്ടികളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. അത് ഇതും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ലേ പറഞ്ഞത്. നല്ല പോലെ ഇവിടെ നിന്ന് ചെവി തുറന്ന് കേൾക്കുക. ഒരു പെൺകൊച്ച്, ഒരു ഫെമിനിസ്റ്റ് ആയ ഞാൻ ഒരു പെണ്ണിനെ മോശം പറയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതെല്ലാം പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ ഞാൻ പിന്നെ മോശം പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണ്. അതുള്ളല്ല. വെള്ളിയാഴ്ച പണി വരുന്നുണ്ട്. 2019 തൊട്ട് പണി വരുന്നുണ്ട്. ഇനി എത്തിയില്ലേ? അതെന്ത് വണ്ടി കിട്ടിയില്ലേ? നിങ്ങൾക്ക് വല്ല ജോലിക്ക് ചോദിക്കടാ. നാറി തക്കാളി എരുമമുണ്ട മോനെ, മോനെ തക്കാളി നാറി. ഈ പാതിരാത്രി ജോലിക്ക് പോകാൻ പറ്റുന്നത് നിന്റെ അമ്മച്ചിക്കാണ്. അവർ പോയി ചെയ്യുന്നുണ്ട്. അതിന്റെ വരുമാനം പങ്കും പറ്റി നീ ഇവിടെ ജീവിക്കുന്നില്ലേ? ആ പണി എന്നോട് ഈ പാതിരാത്രി ചെയ്യാൻ പറയരുത്. എനിക്ക് താല്പര്യമില്ലടാ. ഞാൻ എന്റെ തൊഴിലായിനെ. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. ആ കൊച്ചിനെ വെറുതെ വിടും. നിനക്ക് എന്നെ വെറുതെ വിട്ടുവിടും. നീ കുറെ നേരം കൊണ്ട് ഈ പന്നിക്ക് പറഞ്ഞോക്ക് എത്ര കമന്റ് കൊടുക്കും, എത്ര മറുപടി കൊടുക്കും. എടുത്ത് കളയാൻ വന്നപ്പോ ഇവിടെ വായി നോക്കിയിരിക്കുന്ന ഷാജി. ചേച്ചി, അഹാന ആൻഡ് സ്പീഡ് അഹാന ആൻഡ് അപ്പച്ചി ഇഷ്യൂ കണ്ടന്റ് ചെയ്യുമോ? അത് ഞാൻ ചെയ്തല്ലോ. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്ക്. ആ പടം വരച്ചവനെ കൂട്ടണം. എന്തിനി? അവിടെ ഇരുന്ന് വരക്കിട്ടത് അവന്റെ തള്ളയുടെ പടമാണ്. കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായില്ല. അത് അവന്റെ അമ്മച്ചിയുടെ പടം. എസ് തയ്യാറായിട്ട് എങ്ങനെയാണ് ബിക്കിനി ഒരു സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന വസ്ത്രം? അങ്ങനെ പർദ്ദയും ഒരു സ്ത്രീ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന വസ്ത്രമാണ്. ആണല്ലോ. ചേച്ചി ഡെയിലി ലൈവ് ഇടുമോ? ഇല്ലടാ, അതൊക്കെ മറ്റേ ലവളുമാരൊക്കെയാണ്. അവിടെ പോയി കാണും. ഇവിടെ ഞാൻ ഞായറാഴ്ച മാത്രമേ ഇടുള്ളൂ. എന്നും ലൈവ് ഒന്നും ഇടൂല. ബീച്ചപ്പും ശാരികയും ഒറ്റക്കെട്ടായാലും ശാരിക സൂക്ഷിച്ചോ നാളെ. ഹലോ ഷെബീന, നിങ്ങൾ സൂപ്പറാണ്. വാക്കുകൾ നിങ്ങൾ ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇടല്ലേ. ഷെഫീന നല്ലതാണ്, പക്ഷേ വാക്കുകൾ സൂക്ഷിക്കണം. സൗകര്യമില്ല. നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. സൗകര്യമില്ല. ഒരു വാക്ക് ഞാൻ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്. സൗകര്യമില്ല. ആ ഉപദേശം ഇനി ഇവിടെ എഴുതിയിട്ട് ഞാൻ എടുത്തങ്ങ് കളയും. അത്രേ ഉള്ളൂ. നിങ്ങളിത് റിപ്പീറ്റഡ്ലി ഇത് തന്നെ ഇടുമ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? എത്രയോ വീഡിയോസ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏതിനകത്താണ് അങ്ങനെ ഒരു വാക്കിന്റെ പ്രോബ്ലം നിങ്ങൾ കണ്ടത്? അങ്ങനെ ഒരു റിപ്പീറ്റഡ്ലി സുന കൊണ്ടുവന്ന് ഇടുമ്പോ അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. ഹൂ അവർ ഇറ്റ് ഈസ് കോളിംഗ്. നിങ്ങളുടെ വാക്ക് ശരിയായില്ല. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു ആർ നോട്ട് ഗെറ്റിംഗ് ബോർഡ്. ഐ റിയലി ഗെറ്റിംഗ് ബോർഡ്. സീരിയസ്ലി. അയ്യേ, എന്താ നീ വാക്കുകൾ സൂക്ഷിക്കണോ? ഇല്ല മോളെ, നീ തുണി ഉടിയിച്ചോണ്ട് നിൽക്കണ്ട. നീ തുണി ഇങ്ങനെ ഇല്ലാണ്ട് നടന്നോ, നീ സൂപ്പറാ എന്ന് പറയാൻ പറയും. എനിക്ക് അഭിനയിക്കാൻ വയ്യ. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. ഈ എന്നെ എതിർക്കുന്ന ഏതെങ്കിലും ഒരുത്തിയേക്ക് ചൊണയുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിലുള്ള ഒരുത്തിയെ ഞാൻ എതിർത്ത ആ വസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ. ഞാൻ എഗ്രി ചെയ്തു. ആൻഡ് അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഞാൻ 2023 സാധനമാണോ എന്ന് ചോദിച്ചോണ്ട് വരുന്നത്. 2023 എന്റെ കണ്ണിൽ ഇപ്പൊ എങ്ങനെ കിട്ടി? അത് റീപോസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് താഴെ വന്ന കമന്റ് ഇട്ടവരെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു. ആ കമന്റിൽ നങ്ങേലി ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ സ്വാതന്ത്ര്യം. ഞാൻ ആകെ കാണുന്ന ചാനൽ ചേച്ചിയുടേതാണെന്ന് പറയുന്നവർ പറയട്ടെ. നെവർ മൈൻഡ്. താങ്ക് യു. യു ആർ വെരി കറക്റ്റ്. അത്രേ ഉള്ളൂ. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ പ്ലീസ്. എനിക്ക് എത്ര തന്ത ഉണ്ട് എന്ന് പറയാം. മോളെ, അത് നീ പോയി നിന്റെ അമ്മച്ചിയുടെ അടുത്ത് ചോദിര്. ഞാൻ എങ്ങനെ പറയുന്ന എനിക്ക് എത്ര തന്ത ഉണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നീ നിന്റെ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാനതെങ്ങനെ പറഞ്ഞു തരും? ആൻഡ് യുവർ ID പേരെന്തെന്ന്? മലരെന്ന. കഷ്ടം. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ.
കാമതിക്കെതിരെ എടുത്ത കേസ് എന്തായാലും അത് ക്രോസ് വിസ്താരം നടക്കണം. നമ്മളത് വക്കീലിനെ ഏൽപ്പിച്ചില്ലേ, അവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി നടക്കുന്നു. നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. ഇത്രയും വൃത്തികെട്ട സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ചാനൽ എടുത്ത് നോക്ക്, ഇഷ്ടം പോലെ പ്രാവശ്യം നോക്ക്, അപ്പൊ വീണ്ടും വീണ്ടും കാണാൻ പറ്റും. പണ്ടത്തെ കുണകം തിരിച്ചു വന്നു. മഞ്ജുപിള്ള തുണി വാങ്ങേണ്ട ഇനി സത്യം സന്തോഷമായില്ലേ? തുണി ഊരി നടക്കുന്ന തുണി ഊരികൾക്ക് എല്ലാവർക്കും സന്തോഷമായി. എന്തിനാണ് ഷാജി അവരെ ഓടുമൈ എന്ന് പറയുന്നത്? ഹൈഡ് ഫ്രം ചാനൽ എന്ന ഓപ്ഷൻ എന്തിനാണ് നിങ്ങൾക്ക് മോഡറേഷൻ തന്നിരിക്കുന്നത്? അങ്ങനെ ചീത്ത എഴുതി വെക്കുന്നവരെ ഹൈഡ് ചെയ്യുക. കാരണം അവരുടെ സാംസ്കാരികത അത്രയും ഉന്നതിയിൽ നിൽക്കുകയാണ്. അത് അങ്ങനെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് കളയാ. ഈ സാംസ്കാരിക ഉന്നതിയിൽ വന്ന് പറയണത് എന്താണ്? ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ തുണി ഊരും. അപ്പൊ അവരുടെ ഉദ്ദേശ ലക്ഷ്യവും അവരുടെ ക്യാരക്ടറും അതിനകത്തില്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സിമ്പിളാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, എടുത്തങ്ങ് ദൂരെ കളഞ്ഞേക്ക്. സൈബർ പോലീസ് വിളിച്ചില്ലേ? ഞാൻ വിചാരിച്ചു പിടിച്ചോടും പോയി എന്നാ ഞാൻ കരുതിയത്. കിച്ചുവിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച ടീഷർട്ട് സൂപ്പർ പിള്ളേർ ഇട്ടേക്കുന്നതാണ്. രണ്ടുപേർക്കും ഒരേ അളവാണ് കേട്ടോ. രണ്ടുപേർക്കും നല്ല തുണിയാണ്. നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാനത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കുറേ ദിവസമായിട്ട് ഡിലേ ആയിരുന്നു എനിക്ക് വരാൻ. എനിക്ക് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ മെനിങ്ങാന്നൊക്കെ എനിക്കിങ്ങനെ പോസ്റ്റില് നോട്ടിഫിക്കേഷൻ വന്നപ്പോ തന്നെ നമ്മൾ കിട്ടിയെന്നാ വിചാരിച്ചേ. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായി. ഞാനങ്ങ് വീട്ടിലേക്കല്ലേ വരുത്തുക. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. വേണമെന്നുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. വില എനിക്കറിയത്തില്ല. എനിക്ക് 2000 രൂപയായി രണ്ടെണ്ണത്തിന്. 2000 ഞാൻ കൊടുത്തത്. നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരതൊരു സപ്പോർട്ടായിരിക്കും. പറ്റുന്നവർ വാങ്ങിക്കുക. നല്ലതല്ലേ? ഒരു കുട്ടി ഒരു ബിസിനസ്സുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്. അത് ഞാൻ വെറുതെ പറയണമെന്നുമല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. വാങ്ങിക്കാൻ പറ്റുന്നവർ പറ. ഉരുട്ടി പറയുന്ന ഉണ്ണി വ്ലോഗ് സെലക്ട് ഉണ്ണി വ്ലോഗ് എനിക്കെതിരെ ക്യാമ്പയിനൊക്കെ സ്വീകരിച്ചു വെച്ചപ്പോഴത്തേക്ക് മറ്റേ ഇല്ല എന്തോ ഒരു മാനിഫെസ്റ്റേഷനാ അങ്ങനെ എന്തോ ഒരു സ്ത്രീ ഇല്ലേ, അവരുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഷാറ് എനിക്കെതിരെ കേസ് വന്നു, നമുക്ക് കാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന്. നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ടീച്ചറെ കൂച്ചറെ എന്നൊക്കെ വിളിച്ച് പച്ചയ്ക്ക് അവരെ എടുത്തു വെച്ച് അവരുടെ ബിസിനസ് നഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങോട്ട് അലവലാതി വർത്തമാനം പറഞ്ഞ ചുണ്ണിയെ വെറുതെ വിടുമെന്ന് വിചാരിച്ചാ. ചുണ്ണി ആദ്യം പോയി അത് ഫേസ് ചെയ്യും, എന്നിട്ട് ചെവീനയുടെ മണ്ടയ്ക്ക് കയറാം. എത്രയും വിമർശിക്കുന്നുണ്ട് അത്രയ്ക്ക് എന്താണ് അവർ പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതൊരു കഥയാണെന്നോ അല്ലെങ്കിൽ അതൊരു വിഷയമായിട്ടോ ഒന്നും അല്ല. അതിനകത്ത് പറഞ്ഞ ഏതെങ്കിലും അത് ആ ഒരൊറ്റ പോഷൻ മാത്രം എടുത്തു വെച്ചിട്ടങ്ങ് തകർക്കുന്നവരുണ്ട്. അതിന് മുൻപും പിൻപും പറഞ്ഞത് ആരെങ്കിലും എടുത്തോ? ഞാൻ പറഞ്ഞത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഞാനൊരു മെറ്റീരിയലായി നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് വേറെ ഒരു ഡ്രസ്സിനെയും ഞാൻ പറഞ്ഞില്ല. ആ ജട്ടിയും ബാടിയും ഇട്ടുകൊണ്ട് നിന്നതിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അവരെ മാത്രമല്ല, ഞാൻ അടുത്ത ആളെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇപ്പൊ വരും. ഞാനിപ്പോൾ അതും എടുത്തിടും. എന്റെ അഭിപ്രായം ഞാൻ പറയും. എന്റെ അഭിപ്രായം പറയാനുള്ള ചാനൽ തന്നെയാണിത്. മനസ്സിലായോ? ഇതിനേക്കാൾ ഹാർഷായി സംസാരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഷെഫീന. ഇന്നലെ രാവിലെ വന്ന് പെട്ടെന്ന് ഹാർഷായി. ഇവർക്കൊക്കെ തോന്നി എനിക്കൊരു ഉൾക്കയില്ല. അതിൽ വരുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുമെന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടല്ലേ നിൽക്കണ. നീയൊക്കെ എന്തോ ചെയ്യുമെന്നാ സ്നേഹമല്ലേ? ഓക്കെ അല്ലേ? ചേച്ചി മഞ്ജു പിള്ളയുടെ കേസ് എന്റെ പൊന്ന്, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും കേട്ടാ. ഇതിനേക്കാൾ വലിയ കേസുകൾ ഫേസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. എന്തിന് കേസ് കൊടുക്കാൻ? ആ കേസ് കൊണ്ട് ഇനി വരട്ടെ. അതിനാണ് ഇവിടെ കോടതി, അതിനാണ് ഇവിടെ വക്കീലന്മാര്, അതിനാണ് ഇവിടെ ന്യായ വ്യവസ്ഥകൾ. അവർക്ക് അങ്ങനെ കൊടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള കൗണ്ടർ കേസ് കൊടുക്കാനുള്ള വകുപ്പ് എനിക്കും ഉണ്ട്. ആരുടെ നിങ്ങൾ ഇതൊക്കെ പറയണേ? പെണ്ണിന്റെ കറുത്ത കൊഴി ചുമ്മാരില്ല. ഞാൻ കള്ളറൊന്നും പറഞ്ഞില്ല കേട്ടാ. നിന്നെ പോലീസ് കൊണ്ടുപോയില്ലേ? നിന്റെ ഉമ്മച്ചി നാട്ടുകാർക്ക് മുഴുക്ക കിടന്നു കൊടുത്ത വകുപ്പിൽ നിന്നെ ഇമ്മോറൽ ട്രാഫിക്കിൽ നിന്റെ അമ്മച്ചിയെ കൊണ്ടുപോയതുപോലെ എന്നെ കൊണ്ടുപോകുന്നു നീ വിചാരിച്ച? അങ്ങനെയൊന്നും നീ പ്രതീക്ഷിക്കരുത് മോനെ. അതൊക്കെ നിന്റെ അമ്മച്ചിയെ കൊണ്ടുപോകും. നീ സൂക്ഷിച്ചോ. ഇത്രയധികം ആളുകളെ ഒന്നിച്ച് കുത്തിക്കയറ്റുമ്പോൾ തള്ളയെ പിടിച്ചോണ്ട് പോകും. സൂക്ഷിച്ചു. കിച്ചന് 2 അമ്മമാരുണ്ട്, പവറുള്ള അമ്മമാര്. രഞ്ജിനി പറഞ്ഞു ദയാ ലുക്ക് ഗോർജസ്. അവളത് പറയൂ. അവളാകെ വരുമാനം അതല്ലേ, തുണി ഊരി കാണിച്ചല്ലേ അവള് ജീവിക്കുന്നത്. അവള് ജീവിക്കുന്ന വഴിയിൽ മറ്റൊരാളുണ്ടെങ്കിൽ ആ വഴി അവർക്കും ചൂസ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ.
അവളുടെ സർട്ടിഫിക്കറ്റും അവളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ലല്ലോ. എന്റെ അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞത്. രഞ്ജിനി എന്ത് പറയുന്നു, ജാൻമണി എന്ത് പറയുന്നു, അതിനെ റിലേറ്റ് ചെയ്ത് അഭിപ്രായം പറയുന്ന വ്യക്തിയല്ലല്ലോ ഞാൻ. എനിക്ക് എന്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റൂ. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ വീട്ടിലോ എന്റെ ചുറ്റുമുള്ളവരോ ഏതെങ്കിലും പെൺകുട്ടികൾ ഇതാണ് മോഡലിസം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇതുപോലെ പെട്രോൾ ഒഴിച്ചു കൊടുക്കും, തിത്ത കത്തിച്ചു അങ്ങ് ഇട്ട് കൊടുക്കും. നിന്റെ പേമ അറ്റാത് കാണിച്ചുകൊണ്ടുള്ള ഒരു മാതിരി വർത്താനം എന്നെ കൊണ്ട് ഒക്കത്തില്ല. കണ്ടോണ്ടിരുന്ന് ഞാൻ പറയും, കണ്ടാലേ പറയുള്ളേ. അവരെ വീട്ടിൽ കയറിയാന്നും പറയത്തില്ല. പൈസ ഉള്ളവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. എല്ലാ യൂട്യൂബേഴ്സും പേടിച്ച് സത്യം കണ്ണടച്ചു. നിങ്ങൾ മാത്രമാണ് ധൈര്യപൂർവ്വം മുന്നിൽ നിൽക്കുന്നത്. എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ് ഇവരുടെ വായിൽ നിന്നും. ഷോ മനീഷ, വിഷമായോ? ബസ്മായോ കുട്ടിക്ക്? ബസ്മായെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അടുത്ത ലൈവിലേക്ക് പൊയ്ക്കൂടെ? ഇവിടെ നിന്ന് തള്ളി പിടിക്കണമോ? ബസ്മായെങ്കിൽ പൊയ്ക്കൂടെ? ജാമ്യം കിട്ടാത്ത കേസാണെന്നാണ് തോന്നുന്നു. അമ്മ ജാമ്യം കിട്ടത്തില്ലെന്ന് ആന്റിസിപ്പേറ്ററി ബെയിലിന് കൊടുത്താലും അമ്മ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? കാതർ കരിപ്പടി ഒളിച്ചിരിക്കുന്നാണെങ്കിൽ ഞാനും പോയി ഒളിച്ചിരിക്കണ്ടേ? ഓ മൈ ഗോഡ്. ദിയ സുജിത്ത് അടിപൊളിയല്ലേ? ആണോ മക്കളെ? നല്ല കുട്ടിയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി നെവർ ഫീൽ സാഡ് അബൌട്ട് നെഗറ്റീവ് കമന്റ്സ്. മോളെ മുൻപത്തെ കുറെ ലൈവ്സ് ഉണ്ട്, കൊച്ചതൊക്കെ പോയി നോക്കുക. അപ്പൊ ഏകദേശം മനസ്സിലാകും. സാഡല്ല, പാഡ്. ഇതിന്റെ അപ്പുറം ഇവിടെ കിടന്ന് തകർത്തിട്ടുണ്ട് കുറെ എണ്ണം. ആരിവിടെ? ഇതൊക്കെ അങ്ങനെ പല കോലവും പറയും. ഒരു സ്ത്രീ എങ്ങനെ സ്ലട്ട് ഷെയിം ചെയ്യാൻ ആളല്ലേ? സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ വന്ന് നിന്ന സ്ലട്ട് ഷെയിം ഒക്കെ നടത്തിയെന്ന് വരും. നാണിക്കാൻ തോന്നിരിക്കുന്നത് ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ടുണ്ടായിരിക്കും. എനിക്ക് നാണമൊന്നും പറയേണ്ട കാര്യമില്ല. തുണിയിലായിരിക്കുന്നവർക്ക് ഇല്ലാത്ത നാണം എനിക്ക് വരേണ്ട കാര്യം എന്താണ്? ഹായ്, എവിടെ ആയിരുന്നു? ഇവിടെ ഇരുന്ന് മോങ്ങാതെ പോ. എൻ്റെ അമ്മ ആൻറ്റിയുടെ ഫാനാണ്, എപ്പോഴും വീഡിയോസ് കാണും. ആണോ? താങ്ക് യു ജയ ബാബു. പറയാനുള്ളത് പറയാം. ബട്ട് എന്ത് ലാംഗ്വേജാണ്? ഈ ലാംഗ്വേജും ഉണ്ട്. ഇതൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർ യു സപ്പോർട്ടിങ് റൂഹി? എന്റെ സപ്പോർട്ട് റൂഹിക്ക് എന്തിന്? റൂഹി ആരുടെയെങ്കിലും സപ്പോർട്ടിനാണോ വീഡിയോ ചെയ്യുന്നത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവരവരുടെ അഭിപ്രായമാണോ എന്ന് പറയുന്നത്. അവരങ്ങനെ സപ്പോർട്ട് ചോദിച്ചോ? ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്ത് കിട്ടാൻ? നോബഡി ക്യാൻ സപ്പോർട്ട് എനിവൺ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കും ആരെയും സഹായിക്കാൻ ഒക്കത്തില്ല. സഹായിക്കാൻ പറ്റുന്നത് സ്വയമാണ്. നിങ്ങൾക്ക് നിങ്ങളെ സഹായം വേണോ? നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കണം. നാട്ടുകാർ നിങ്ങളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് നിൽക്കരുത്. റൂഹി പറഞ്ഞ ചില കാര്യങ്ങൾ ഓക്കെയാണ്, എനിക്കതിനകത്ത് ഓക്കെയാണ്. അല്ലാതെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തെന്താകായി? നിങ്ങൾക്കാരെയും പേടിയില്ല? എനിക്ക് പ്രയത്നം ഭയങ്കര പേടിയാണ്. ഈ റൂഹി എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. ബില്ലിങ്ങിന്റെ ഇടയ്ക്കൊക്കെ വന്ന് ഇപ്പോൾ സഹോദരൻ അതിന്റെ ടൈം കഴിഞ്ഞു, ടൈംസ് അപ്പ്. ഓക്കെ, ഇതിന്റെ കുറെ വർത്താനം ഞാൻ കേട്ടു. ടൈംസ് അപ്പ്. ജെന്യൂൻ ആയിട്ടാണെങ്കിലും ആ ഒരു നമ്മുടെ മനസ്സിലെ അങ്ങനെ ഒരു കീടത്തരവും വെച്ചുകൊണ്ട് വന്നിരുന്ന് നീ കമന്റ് ഇട്ടാൽ അത് വേസ്റ്റിംഗ് ടൈം. നിന്റെ ടൈമും വേസ്റ്റ് ആകും, എന്റെ ടൈമും വേസ്റ്റ് ആകും. ഞാൻ എന്റെ അഭിപ്രായം മാറ്റത്തില്ല. ഞാൻ എന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ത്രീയല്ല. ഞാനൊരു 6 വീഡിയോ അതിനുശേഷം ഇട്ടു. ഏതെങ്കിലും ഒന്നിലെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ മാറ്റിയെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടെ അഡ്വൈസ് എഴുതി വെക്കുന്നത് എനിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവും. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ അഭിപ്രായം മാറ്റി പറയാത്തടുത്ത് നിങ്ങൾ ഇനി ഇവിടെ വന്ന് തെറി വിളിച്ചാലും നിങ്ങൾ മോശം പറഞ്ഞാലും ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിലുള്ള വൾഗാരിറ്റി നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഞാൻ 2026 ജീവിക്കുന്ന സ്ത്രീ തന്നെയാണ്. 2026 ജീവിക്കുന്ന കിഡ്സ് എന്റെ വീട്ടിലും ഉണ്ട്. അവരാരും ഈ തുണി ഊരി എറിയുന്നത് നാഗരികമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. എന്റെ എതിർപ്പാണ് ഞാൻ പറഞ്ഞത്. ആരുടെയെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിൽ അത് അവരുടെ അമ്മയും അച്ഛന്റെയും മുമ്പിൽ കാണിക്കുക. അല്ലാതെ എന്റെ മുന്നിൽ അത് കണ്ടാൽ ഞാൻ പറയും അതെന്റെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ BJP ഒരു സമരം നടത്തി നടുറോട്ടിൽ. ഒരമ്മ അതുവഴി നടന്നു പോയപ്പോ അവരെന്തോ പറഞ്ഞേ? എന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടസ്സപ്പെടുന്നത്. നീ സമരം ചെയ്യേ, നീ എന്ത് ഉണ്ടംപൊരിയാക്കുകയോ ചെയ്യും. എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നീ വന്നാൽ ഞാൻ സംസാരിക്കും തന്നെയാണ് ആ അമ്മ പറഞ്ഞത്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ കുത്തിക്കേറിയാൽ അതിനകത്ത് നമ്മൾ പറയും. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സീക്രട്സിന്റെ മാത്രം കുത്തകാവകാശമൊന്നുമില്ല. അതിനകത്ത് ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞങ്ങൾക്കും അതിനകത്ത് പോസ്റ്റ് ഇടാനുള്ളതുണ്ട്. അവിടെ ഈ വൾഗാരിറ്റി വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ ന്യൂസ് ചെകഞ്ഞാണ് ഇൻസ്റ്റയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന കുറെ അലവലാതി യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് എന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതാണ് നിങ്ങൾക്ക് വരുന്ന പിഴവ്. ഞാൻ അലവലാതി യൂട്യൂബർ അല്ല. എനിക്ക് എന്റേതായ സ്റ്റാൻഡ് ഉണ്ട്. എനിക്ക് ഇന്നലെ രേഷ്മ ചെയ്തതെല്ലാം കുഴപ്പം. രേഷ്മ തലനുളയും മളമുളയും എന്ന് പറഞ്ഞത് അതിനകത്ത് അതും അവര് പിന്നെ അവരുടെ സബ്സ്ക്രിപ്ഷൻ അകത്തിട്ടത്. ഞാൻ ഇന്നവരെ അതെടുത്ത് വെച്ച് പറഞ്ഞിട്ടില്ലല്ലോ.
സബ്സ്ക്രിപ്ഷൻ അകത്തിട്ട സാധനം എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയാറില്ല. അപ്പൊ അങ്ങനെ അതിനകത്ത് കയറി സബ്സ്ക്രിപ്ഷൻ അകത്ത് കയറി അതെടുത്ത് പുറത്തിട്ട് പറഞ്ഞവനൊക്കെ എന്നെ എടുത്തു വെച്ച് വിമർശിക്കുന്നുണ്ട്. അപ്പം ഫീലിംഗ് ഡബിൾ ഡാഡി സിൻഡ്രോം എന്നല്ല, 16 തന്ത സിൻഡ്രോം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്തരത്തിലുള്ള ഒരു യൂട്യൂബർ അല്ല ഞാൻ. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. മനസ്സിലായില്ലേ? ആരുമല്ലേ? ആര്? അഭിഷേക് കുട്ടിക്കോൽ എന്ന് പറയുന്ന പലതന്തയ്ക്കുണ്ടായ നാലൻ, പലതന്തയ്ക്കുണ്ടായ തട്ടി ഇവിടെ വരണ്ട കേട്ടാ. മൈ നെയ്ബർ ഈസ് എ ബിഗ് ഫാൻ ഓഫ് യു ബിക്കോസ് എവറി ടൈം ഷീ ഓപ്പൺ ഹർ മൗത്ത്. പോയി. ആസിഫിന്റെ വീഡിയോ ഒരു 2 ദിവസം കൂടെ അവിടെ കാണുള്ളൂ. 3ാമത്തെ ദിവസം നിങ്ങൾ അത് അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞാൽ വന്നു കേട്ടോ. ഇത്ര ഒറ്റപ്പെട്ടു ഇല്ലപ്പാ. ഞാൻ എന്തിനു ഒറ്റപ്പെടണം? ഞാൻ പണ്ട് ആരെങ്കിലും കൂടെയായിരുന്നോ? ഞാൻ ആരുടെയും കൂടെയല്ല. നിങ്ങൾ ഈ കാണുന്ന കൂടെ നിന്ന, എന്റെ ചുറ്റും നിന്നവര്, എന്റെ ഒപ്പം നിന്നവര് ഒക്കെ ആരായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പിടികിട്ടിയില്ലേ? ഇത് നല്ലൊരു സാധനമാണ്. നമുക്കിപ്പോ റിയലൈസ് ആയി ഹൂവിൽ ആരിതിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവായില്ലേ? അത്രയല്ലേ ഉള്ളൂ. ആർക്കൊക്കെയാണ് തണ്ടല്ലുള്ളത്, ആരൊക്കെയാണ് നമുക്കൊപ്പം നിൽക്കുക എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലാക്കി തന്നില്ലേ? അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ആയിഫിന്റെ വീഡിയോ ഞാനാണ് ഷെയർ ചെയ്തത്. ആണോ? അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡേയ്സ്, 2 ദിവസത്തിനുള്ളിൽ അത് തീർന്നോളും. ആ കുർത്ത കിടങ്ങ് മാറിയോളും. തെറി വിളിച്ചവർക്ക് അതിൻ്റെതായ മറുപടി കിട്ടിക്കോളും. റൂഹി ജാനോട് ഒന്ന് പറയാൻ, ആക്ട്രസ് വിജയശ്രീ എങ്ങനെ മരിച്ചത്? അതൊക്കെ നിങ്ങൾ അവരുടെ ചാനലുണ്ടല്ലോ, അവരുടെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നേ. നിങ്ങൾ അവരുടെ ചാനലിൽ പോയി അവരോട് ചോദിക്കുക. എന്നോട് ചോദിക്കാൻ ഞാൻ ആരുടെയും മീഡിയേറ്റർ അല്ല കേട്ടോ. നവീൻ ബേബി ഇവിടെ എന്തിനാ ഇപ്പൊ കമന്റ് ഇട്ടതെന്ന് പറയാമോ? നവീൻ ബേബി ഇവിടെ എന്തിന് കമന്റ് ഇട്ടു? ഞാൻ എന്താ നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയാ? എന്റെ റിലേഷനിൽ നീയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? നീ ഇവിടെ എന്തിനിപ്പൊ കമന്റ് ഇട്ടത്? അത് പറഞ്ഞാണ്. അത് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അന്നത്തെ വിമർശന ശൈലി അല്പം കടന്നുപോയെങ്കിലും അതിന്റെ പേര് ചാനൽ പൂട്ടിക്കാൻ നടക്കുന്ന ഇതേ വ്യക്തികൾ ശരിക്കും വ്യക്തികളെ അനാവശ്യമായി മോശമായി ചിത്രീകരിക്കുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ക്യാൻ ടെൽ വാട്ട് എവർ യു വാണ്ട്. തിരിച്ചും നിനക്കും യു ആർ നോട്ട് സപ്പോസ് ടു കം ഹിയർ ആൻഡ് ടോക്ക് ടു മീ. ഞാൻ നിന്നെ അതിനെ അലോഡ് ചെയ്തിട്ടില്ല. ഹു ആർ യു? നീ എന്തിനാ ഇവിടെ വന്ന് എന്റെ അടുത്ത് സംസാരിക്കുന്നത്? നിനക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളതുകൊണ്ടാണോ? നിനക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടാ? അപ്പൊ എനിക്കുണ്ട്. മനസ്സിലായാ? ഞാൻ കാണുന്നില്ലടേ. ഓച്ചിറക്കാരാ ഹായ്. ചേച്ചി കുറച്ചു നേരമായി ഹായ് പറയുന്നു. പ്ലീസ് ഹായ് 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 ഹായ്. ഓച്ചിറക്കാരനിക്ക് ഒരു 5 ഹായ്. കേസ് വല്ലതും വന്നാൽ എന്ത് ചെയ്യും? ഗൈസ്, കേസുകൾ വരാനാണ് ഇവിടെ കോടതികളുള്ളത്. ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന് പറഞ്ഞ് കോടതികളുള്ളത്. വർഷത്തിൽ ഇത്രയധികം വക്കീലന്മാര് ഈ എഡ്യൂക്കേറ്റഡ് ആയി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേസുകൾ നടത്താനാണ്. ഗുമസ്തന്മാര് അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ എനിക്ക് എഴുതി വെക്കാനുള്ള ആൾക്കാരാണ്. ഞാൻ ആരെ കൊന്നിട്ടൊന്നുമില്ല. ഞാൻ ഒരു രീതിയിലുള്ള കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, വ്യഭിചാരം നടത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്ന് ഒരു നരേഷൻ അവറ്റകൾ ഉണ്ടാക്കുമ്പോ നിങ്ങളിത് ആരെടുത്താ വന്ന് ഈ പറയണേന്നൊരു കോമൺ സെൻസ് വേണ്ടേ? ചുമ്മാ ഇരുന്നപ്പോ എന്റെ മൊബൈൽ എടുത്തോണ്ട് പോയ കള്ള പോലീസുകാരാണ്. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. ചേച്ചി എല്ലാരും ഏറി അങ്ങനെയൊക്കെ ഏറി കയറുന്ന ആളാണ് ഞാനെന്ന് നിനക്ക് തോന്നി. എനിക്കൊന്നും പറയാനില്ല വിദ്യ. പോലീസ് പിടിച്ച പ്രിസൺ ബ്രേക്ക് ചെയ്യണം. എന്തിനി? കുറച്ച് ദിവസം അവിടെ സമാധാനമായിട്ട് കിടക്കണം. നിനക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്യണ്ടല്ലോ. ഞാൻ കുറച്ച് ദിവസം അവിടെ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങും. 1 മില്യൺ സെലിബ്രേഷൻ നാളെയാണ്. ഹായ് ചേച്ചി, ഹായ്. തൂക്കിക്കൊല്ലാനൊന്നുമില്ലല്ലോ. ഇവർ നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. ഹായ് ചേച്ചി, സുഖം. കണ്ടത് പറഞ്ഞാൽ കന്നിയില്ല. നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം, വേറെ ജോലിയില്ലേ? ഒറ്റകൾ ഇനി എഴുതിയിട്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, അതറിയുള്ളൂ. അല്ല, ഇന്ന് എനിക്കിപ്പോ ലൈവ് വരാതിരുന്നാ പോരായിരുന്നു. ഈ കമന്റ്സ് ഒക്കെ ഇവിടെ വരും എന്നുള്ള കാര്യം എനിക്കെല്ലാം വേറല്ലേ. എനിക്ക് മിണ്ടാതാക്കിയിരുന്നാ പോരായിരുന്നു. ഞാൻ വന്നത് രാജിന്റെ കാര്യം പറയാനാണ്. രാജിനെ വെറുതെ ക്രൂശിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പറയുന്നുണ്ട്, നമ്മൾ അനാവശ്യമായിട്ട് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ച്
നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അനാവശ്യമായി മോശമായിട്ട് നമ്മൾ അങ്ങനെ ഒരു നരേഷനിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശന നടപടി എടുക്കണമെന്നാണ്. രാജിന് ആ വീഡിയോ കൊടുത്തത് ഞാനാണ്. എനിക്ക് ആ വീഡിയോ തന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു നമ്പറിൽ നിന്നാണ്. എന്റെ വാട്സപ്പിലേക്കാണ് അത് വന്നത്. എനിക്കത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഭയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, ഈ ചാത്തൻ സേവയോ അങ്ങനെ എന്തൊക്കെ, അത് ഞാൻ വീട്ടിലൊന്ന് കാണിച്ചപ്പം എന്റെ അമ്മയ്ക്കാണ് അതൊരു ചെറിയൊരു വേണ്ട, അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തത്. കാരണം എല്ലാവർക്കും ഈ ബിന്ദു എന്ന് പറയുന്ന ആളിൽ നിന്ന് നിരന്തരം ഭയങ്കര റോങ് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. ബിന്ദു വേറൊരു പെണ്ണുമ്പുളെ ഉണ്ടല്ലോ, വേറൊരു സാധനം നീട്ടി വലിച്ച് essay റൈറ്റപ്പ് ചെയ്യുമല്ലോ, അവരുടെ പേരൊന്ന് എഴുതിയിട്ടേ സുധ, നീ കൊണ്ടേ കേസ് കൊടുപ്പിച്ചല്ല. ആ പെണ്ണുമ്പിള്ളയുടെ പേരെഴുതിയിട്ടാണ് വേറൊരു സ്ത്രീ ഇങ്ങനെ പച്ച തെറി എഴുതി വെക്കത്തില്ലേ അവര്. ഇവരൊക്കെ ഭയങ്കര തെറി വിളിയാണ്, ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര തെറി വിളിയാണ്. അങ്ങനെ ശല്യമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ പബ്ലിഷ് ചെയ്തത്. അല്ലാതെ ആ മനുഷ്യൻ ആ പറയുന്നവനുമായിട്ട് ആ പെണ്ണുമ്പിളയായിട്ട് സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ടു ടോണി സ്റ്റാർക്ക്, ഞാൻ കണ്ടു കേട്ടോ. ചേച്ചിന്റെ മക്കളുടെ ഷോർട്സ് വീഡിയോ കണ്ട്. കിച്ചുവിന്റെ ബ്രാൻഡായ ആനയുടെ അതെ അതെ അതാണ് കേട്ടോ. എന്റെ പേര് സെറീന. ചേച്ചിയുടെ വലിയ ഇഷ്ടമാണ്, ചേച്ചിയുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അടിപൊളിയാണ്. താങ്ക് യു മോളെ, താങ്ക് യു. പേടിച്ചോ? നാണമില്ലാതെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് മുങ്ങിയില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്. വീഡിയോ ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ ഫേസ്ബുക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലുള്ളത് അവർ സ്ട്രൈക്ക് അടിച്ചിട്ട് 10 ദിവസത്തേക്ക് ഇതായിട്ടുണ്ട്. 10 ദിവസം കഴിയുമ്പോൾ അത് റിക്കവറായി വന്നോളും. അത് അവിടെ തന്നെ കിടക്കും. നിങ്ങൾ ഈ ഫാഷൻ മോഡലിംഗ് എന്താണെന്ന് എനിക്കിത് മനസ്സിലാവണ്ട. നീ നിന്റെ അമ്മച്ചിക്ക് അത് ഇട്ട് കൊടുത്തുനിന്ന് കൊണ്ടുപോയി നടത്തിയിട്ട് ചെല്ല്. രഞ്ജിനി എഴുതുക, കൊല്ലുന്നത് ലീഗലായിരുന്നു, യു വിൽ ബി ഓൺ മൈ ഹിറ്റ് ലിസ്റ്റ്. ആണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ചാനൽ എപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത്? ആണോ? ഹായ് മാം, ഐ ലൈക്ക് യുവർ ഓൾ വീഡിയോസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നീ ഒരുത്തി കാരണമാണ് നിന്റെ മോനെ പെണ്ണ് കിട്ടാതിരിക്കുന്നത്. കഷ്ടം, എന്റെ കൊച്ചിന് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യൂ എന്ന്. ഇത്ര എക്സ്പ്രഷൻ മതിയാവുമോ പെണ്ണ് കിട്ടാത്ത ഒരു വേദനയിൽ? എന്റെ കൊച്ചിന് പെണ്ണ് കിട്ടുന്നില്ല, കാരണം ഞാനാണ്. മതിയായോ സമാധാനം? If they have freedom of expressing, you have freedom of expression under Indian democracy. Exactly. Stupid people. നിങ്ങളെന്താ ഷാഡില്ലാത്ത? സൗകര്യമില്ല. തന്നെ നാഹ കുറെ തെറി വിളിച്ചില്ല, അത് അവളുടെ കൾച്ചർ. ചേച്ചി ഒരു വീഡിയോ ഒക്കെ ചേച്ചിയുടെ വീട്ടിലുള്ളവർ കാണാറുണ്ടോ? എന്റെ ഉമ്മച്ചിയാണ് ആദ്യം കാണുന്നത്, എന്റെ അമ്മയാണ് ആദ്യം കാണുന്നത്, എന്റെ സഹോദരങ്ങളാണ് ആദ്യം കാണുന്നത്. അതൊക്കെ കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് അതെന്റെ വീട്ടുകാർ കാണാറില്ല, അതവർ സ്കിപ്പ് ചെയ്യും. ഹായ് ചേച്ചി. സൂരജിന് ഒരു ഹായ് പറയുമോ? നിങ്ങളുടെ ഫാനാണ് എന്റെ ഹസ്ബൻഡ്. ഞാൻ വായിച്ചില്ലടേ, പോട്ടടേ. ഇതെന്തൊരു സ്പീഡ്, ഇങ്ങനെ സ്പീഡിൽ കമന്റ് എഴുതാറുന്നില്ല. ഞാൻ സ്ലോലി വായിക്കാം. ചേച്ചി ചിരിപ്പിക്കല്ലേ എക്സ്പ്രഷൻ ഇട്ട്. ഞാൻ ചിരിപ്പിക്കുക. എന്റെ കൊച്ചിന് പെണ്ണ് കിട്ടുന്നില്ല. ഷെയിം ഓൺ യു. ഓ, ഷെയിം ഓൺ യു. യു ആർ വെരി ബാഡ് വിമൺ. ഷെയിംലെസ് ദിസ് വിമൺ. എടി തുണി ഉടുക്കാതെ ജട്ടിയും പാടിയിട്ട് കീറലും കാണിച്ചോണ്ട് കിടക്കണം നിനക്കൊക്കെ ഉള്ള ഷെയിമില്ലായ്മ എനിക്ക് വരണമെന്ന് പറയും. നിർബന്ധിക്കല്ലേടി, എനിക്കെത്തി ഷെയിം കുറവാണടി. നിനക്കൊക്കെ അത്ര ഷെയിമില്ലേ? അതുകൊണ്ടല്ലേ നീയൊക്കെ തുണിയും കീറിയിട്ടാണ് നടക്കുന്നത്. നിനക്കൊക്കെ ഉള്ള ഷെയിം തന്നെ എനിക്ക് ഷെയിമില്ല, ഞാൻ സമ്മതിച്ചു. പ്രീ പാകിസ്ഥാൻ ഇന്ന് രാത്രി ഇപ്പൊ ചെയ്യാക്കും, നാളെ നേരം വെളുത്തിട്ട് ചെയ്താൽ മതിയാവുമോ? വാട്ട്സ് നാഗാസ് പ്രോബ്ലം? നാഗാക്ക് ഒരു പ്രോബ്ലം ഇല്ല. നാഗാക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്, മനസ്സിലായ? കാശ് കൊണ്ട് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ്. ഷെയിം ഓൺ. എടാ സെയിം അല്ലടാ, എച്ച് വിട്ടുപോയി. ഷെയിം ഓണിയൊന്ന് എക്സ്പ്രഷൻ മതിയാ? മതിയെങ്കിൽ മതി. ഷെഫീന ബീവി കറ്റയ്ക്ക് കൂടെയുണ്ട്. ആണോ? യെസ്, ഞാൻ നിങ്ങളുടെ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ ഹർ ചോയ്സ്, ഇറ്റ്സ് മൈ ചോയ്സ്. Indian democracy states that you can express your opinion unless it's hurt anyone. You cause emotional distress to the person cause. WDM, why would some else dressing affect you? Some else dress ചെയ്യുന്നതിൽ എനിക്ക് എഫക്ട് ചെയ്യാറുണ്ട്.
ബിക്കോസ് ദാറ്റ് അത് ശരിയല്ല, അത് നടപടി ശരിയല്ല. അത് ഞാൻ 6 വീഡിയോ ഇട്ടിട്ട് 6 വീഡിയോ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ അത് മനസ്സിലാക്കണ്ട. ഉണ്ടമ്പരി. ലൈക്ക് യുവർ വീഡിയോസ്. താങ്ക് യു. പാട്ട് പാടാം. പാട്ട് എന്ന് പറയും ചേച്ചിയുടെ ലിപ്സ്റ്റിക്ക് മുകളിൽ വേറെ കളറ്, താഴെ വേറെ കളറ് മായ്ക്ക്. അത് ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഒരു ഡെക്കറേഷൻ വരുത്തിയതാണ്. ഇത് കുറച്ച് ഡാർക്ക് കൊടുത്ത്, ഇവിടെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത്, ഇങ്ങനെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഇതിനകത്ത് വരുത്തിയാലല്ലേ ഒരു രസമുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് സ്പെഷ്യാലിറ്റി വരുത്തിയതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. ചേച്ചി ഫുഡ് കഴിച്ചോ? ഇല്ല, ഡെഞ്ഞി കഴിക്കണം. ഈ ചായ ഒഴിച്ചവന്മാരിപ്പോൾ ഇറക്കി വിടും എന്നെ. ഇവർക്ക് എന്തോ കുറവുണ്ട്. ഇല്ലടാ, എനിക്ക് എല്ലാം കൂടുതല, അതാണ് കുഴപ്പം. എനിക്കെല്ലാം അങ്ങോട്ട് കൂടുതല, ഇമോഷൻസും കൂടുതല, അതാണ്. കഥക്കുട്ടിയുടെ ന്യൂസ് ചാനലുകളിൽ വന്നപ്പോൾ ഒറ്റൊരെണ്ണം വേണ്ടിയില്ല. ഇപ്പോൾ എന്താ ഉത്സാഹം, എന്തുറ്റി? ഹായ് ഷെഫീന, കീപ് അപ്പ് യുവർ ബ്രേവ്നെസ്, ലവ് യു. താങ്ക് യു റൂബി. ചേച്ചി ഏറിൽ നിന്നും താഴെ വന്നു. വന്ന് കണ്ടില്ലേടാ, ഞാൻ താഴെയല്ലേ ഇരിക്കണേ. അല്ലടാ, ഞാൻ ഒരു 8ാമത്തെ ഫ്ലോറിലാണ്. താഴോട്ട് ഇറങ്ങണമെങ്കിൽ ലിഫ്റ്റിൽ കയറി താഴെ പോകണം. ചേച്ചി നാഗ കുറെ തെറി പറഞ്ഞല്ലോ. അതൊരു പുതിയ കാര്യമാണോ മക്ക? അത് ഡെയിലി ഇരുന്ന് ആരെയൊക്കെ തെറി വിളിക്കുന്നില്ല, അതൊരു പുതിയ കഥയാണോ? കൂതറകൾ എന്നും കൂതറകൾ തന്നെ. അത് ശരിയാണ്, സ്വന്തം കാര്യമല്ലേ പറഞ്ഞത്. ടാറ്റാ. SP വ്ലോഗ്. ഹായ് മാം, പാട്ട് വേണ്ട. എന്നാ വേണ്ടെങ്കിൽ വേണ്ട. ആ റസീനിക്ക് നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്യും. നമ്മളെ കൊണ്ടൊന്നും കടപ്പുറം കക്കൂസിന്റെ കൂടെ അടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. പക്ഷെ അതിനകത്ത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇതാണ്: ദൈവത്തിനെ ഓർത്ത് ചാവാൻ നിൽക്കണം എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള സാധനങ്ങളെ വീട്ടിൽ കയറ്റരുത്. അത്ര എനിക്ക് അതിനകത്ത് മനസ്സിലായാലും. ഏത് കാര്യത്തിൽ വിമർശനം നടത്തുമ്പോൾ വേണ്ടാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞ ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്തത് എഴുതല്ലേ എന്ന് കേട്ടാ. ഇത് ഒരെണ്ണത്തിലല്ലേ നിങ്ങൾ കണ്ടോളൂ, ബാക്കിയുള്ളത്തിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ആ കഥ റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരിക്കുക കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഞാൻ വല്ലതും പറയും. ഐ സീരിയസ്ലി ടെല്ലിങ്, എനിക്കത് ഇഷ്ടമില്ല അങ്ങനെ എഴുതുന്നത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞതിന്റെ 10 മടങ്ങ് ഞാൻ ഇരുന്ന് പറയും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. സിമ്പിൾ. ദുഷ്മൻസ് ഉടനെ ഇത് തന്നെ ചാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന നിന്നെയൊക്കെ അപ്പോഴേ എനിക്ക് മനസ്സിലാവും. നിന്റെയൊക്കെ ഐഡിയ അപ്പോഴേ എനിക്ക് പിടികിട്ടും. ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഹൈഡ് ഫ്രം ചാനൽ എന്നായിരിക്കും അതിനുള്ള മറുപടി. മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാൾ കമ്പ്യൂട്ടർ കളിക്കുന്നു, മറ്റേയാൾ അവന്റെ പിറകിലിരുന്ന് ആ കളി നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ കാരണം മോന് പെണ്ണില്ല. നേരത്തെ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പുള്ള ലൈവ് എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ അതിനുവേണ്ടി ഞാൻ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. തൽക്കാലം അത് പോയി ഒന്നും കൂടെ കണ്ടിട്ട് അങ്ങ് സന്തോഷപ്പെട്ടു. ഇനി ഇപ്പോഴും ഒരു എക്സ്പ്രഷൻ അതിന് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഓവറാണ്. ഓവറായാലും ആളുകൾ ശ്രദ്ധിക്കൂ കുട്ടി. എനിക്ക് ആകെ അറിയാവുന്ന പാട്ട് ഇതൊക്കെയാണ്. അവിടെ യായി മര പൂഞ്ചോല വേണമെങ്കിൽ പാടാം. എനിക്ക് പാടാനൊന്നും അറിഞ്ഞു. ഞാൻ പാട്ടാരിയൊന്നും അല്ല. രാഷ്ട്രീയം ടോപ്പിക്കായി വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് നോക്കാറില്ല പൊളിറ്റിക്സ്. മനസ്സിലായോ? പൊളിറ്റിക്സ് നോക്കിയാലേ പറയാൻ പറ്റും. ഫറു മക്ക ഇങ്ങോട്ട് വന്നാണോ ഓനെ? നിനക്കൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത്. എടാ, ഈ പാതിരാത്രിക്ക് എന്തൊരു മക്കളല്ല മയ്യാസ്. ഇങ്ങോട്ടൊന്നും ആക്കളെ. അർജന്റീന സ്പെയിൻ. എനിക്കിതിനെ പറ്റി അറിയത്തില്ലടേ. മക്കൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നാളെ ലീവല്ലേ എല്ലാവർക്കും. അവന്മാർക്കും ഇവിടെ ലീവാണ്. എന്തിനാ ഇറിറ്റേറ്റഡ് ആക്കുന്നത്? വി ആൾസോ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആണോ? ഈ സമയം കടന്നു പോകും. എന്നാർക്കപ്പടി എനിക്കറിയത്തില്ല കൂട്ടേ. ഞാനത് കാണാറില്ല, താല്പര്യമില്ല. നിങ്ങൾ ലീഗൽ മൂവ് ചെയ്ത് കുറെ വെള്ളം കുടിക്കേണ്ടി വരും. മനഞ്ഞിട്ടു ആക്കളെ ഇപ്പുറത്തുവാ. മോനെ, ഞാൻ കാരണം നിനക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് അമ്മക്കൊന്ന് ചേർന്നൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഒരു എക്സ്പ്രഷൻ. പെണ്ണ് കിട്ടുന്നില്ല കാശ്. കരഞ്ഞോ മക്കളെ? മോനെ, പെണ്ണ് കിട്ടുന്നില്ല മോനെ. എനിക്ക് മേല മമ്മി കാരണം മോന് പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറയുന്നത് സത്യമാണ് മക്കളെ. സമാധാനമില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്പ്രഷൻ വേണം. മോനെത്തി കൂടെ എക്സ്പ്രഷൻ. എന്റെ പള്ളി, ഞാനിത് ആരോട് പോയി പറയും? എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ലേ ശിവനെ. അല്ലെ മേലെ ഏത് ക്ലാസ്സിലാണ്? അവൻ 9.
ആ ചെകുത്തം പിടിച്ചു പോയി കാണും. അത് അടിപൊളി സൂപ്പർ. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എക്സ്പ്രഷൻ ഇടാൻ പറയരുത്. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എക്സ്പ്രഷൻ ഇടണമെന്നുള്ളവര് വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്നും കൂടെ മകനെ കെട്ടിപ്പിടിച്ചൊന്ന് കരയാം. എന്നിട്ട് ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ തന്നെ അങ്ങ് ഇട്ടേക്കാം. മകന്റെ കല്യാണം നടക്കുന്നില്ല. 22 വയസ്സുള്ള ചെറുക്കന് ജോലി കിട്ടുന്നില്ല എന്നായിരുന്നു കുറെ കാലം. അവസാനം കൊച്ചിന് ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയപ്പോൾ ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. ഇനിയിപ്പോ കൊച്ചിന് പെണ്ണ് കിട്ടുന്നില്ല എന്നാണ്. ഞാൻ സാറിന് പെണ്ണ് കിട്ടുമ്പോൾ അടുത്ത ഇളയതിന് പെണ്ണ് കിട്ടുന്നില്ലെന്നായിരിക്കും അടുത്ത ഡയലോഗ്. നീ ഒന്നും നന്നാവാത്തത് എന്താണോ എന്തോ. ലിപ്സ്റ്റിക് ഹറാമല്ലേ? അത് ഹറാം പറഞ്ഞോർക്കല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കരച്ചിൽ ഒറിജിനൽ തോന്നിയില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിലൊക്കെ കരയുമ്പോ അത്രയ്ക്കൊക്കെ അല്ലേ പറ്റും. ഇനി ആ എക്സ്പ്രഷൻ കയറി പിടിക്കാതെ മനുഷ്യർ എങ്ങനെയും അത് ഒപ്പിച്ച് തന്നില്ലേ? ഇത്രയൊക്കെ പറ്റൂ. ചുമ്മാ അതെയോ. നിങ്ങൾ ആദ്യം പോയി സദാചാര മൈൻഡ് മാറ്റൂ. എന്റെ സദാചാര മൈൻഡ് മാറ്റാൻ നിന്നെ കൊണ്ടാവത്തില്ല. ഞാൻ അതിപ്പോ മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ ആദ്യം നന്നാവും. ഞാനിപ്പോ കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല. ചേച്ചി എന്താ ഷാളിടാത്ത? എനിക്ക് സൗകര്യമില്ല, അതുകൊണ്ട് തന്നെ അത് ഷാളിടാത്തതുകൊണ്ട് കീറലോ വല്ലതും കാണുന്നുണ്ടോ? കീറലോ ഇടയോ വല്ല തൊടയോ തടുപ്പോ വല്ലതും കാണുന്നുണ്ടോ? ഉണ്ടാ? മൈ റോസ് മൈ ലൈഫ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. അത്യാവശ്യം മര്യാദയിരിക്കുകയല്ലേ. വിട്ടുപിടി. ഒന്നുമില്ല. ഒരാൾ നിങ്ങളുടെ വ്യക്തി സൗന്ദര്യമാണ് ചോദ്യം ചെയ്തത്. അത് ശരിയല്ല. അതിന് ഉള്ള ഒരു റൈറ്റ് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചോദ്യം ചെയ്ത് നിങ്ങൾ അത് അംഗീകരിക്കുക. അല്ല, എന്റെ അടുത്ത് ചോദ്യം ചെയ്ത് ഞാൻ തിരിച്ചു പറയും. അല്ലെ അവ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന കുട്ടി. ഇനി അല്ല ഇപ്പഴേ നമ്മൾ 5 പറയണം കേട്ടോ. ആരും പറഞ്ഞു കൊടുക്കല്ലേ എത്ര കിലാണെന്ന്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കൻ ഇപ്പൊ ഉടനെ അവനെ 20-ാം വയസ്സ് ഞാൻ കെട്ടിച്ചില്ലെന്ന് അടുത്ത ഇതും കൊണ്ടുവരും. അതുകൊണ്ട് കൊച്ചിന്റെ വയസ്സ് ഒരു കാരണവശാലും പറയരുത് ആരും. മാരും സുഗതൻ നനക്കും അല്ലേ സുഗത എന്നോരോട് തട്ടിടൂ. ശവങ്ങളെ തട്ട എന്തിന്? എടാ 2026 ജാതി ചോദിക്കുന്ന കഴുതേ, നിനക്ക് എന്താണ്? ആദ്യമായിട്ട് ലൈവ് വേണം. ഇത് ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ. മൈ റൂസ് മൈ ലൈഫ് പറഞ്ഞൂടെ? പിന്നെ അപ്പുറത്തെ വീട്ടില് ആരേലും വരുമോ പറയാൻ? പറഞ്ഞോ, അത് കുഴപ്പമില്ല. പക്ഷെ ആ വീട്ടിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. രാജാവിന് തുണിയില്ലാതെ നടക്കാനുള്ള റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ആ തുണി ഇല്ലാതെയാണ് അവൾ നടക്കുന്നത്. ഈ തുണിയില്ലായ്മ മോശമാണ് എന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഇത് നിനക്കൊന്നും മനസ്സിലാകത്തില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഷെഫീന ബീവിയെ കൊണ്ട് ഷെഫീന ബീവി പറഞ്ഞത് തെറ്റാണ് എന്നൊന്ന് പറയിക്കണം. അതിലാണ് നിങ്ങൾ അഡമന്റ് ആയിട്ട് നിൽക്കുന്നത്. ജമ്മം ചെയ്താൽ ഞാനത് പറയാൻ പോടില്ല. പിന്നെ എന്ത് വാഴയ്ക്കാണ് ഈ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങളൊരു കമന്റ് ഇവിടെ ഇടുമ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഏതൊക്കെ ചാനലിൽ പോകുന്നോ അവർക്കൊക്കെ എന്റെ വ്യൂ കിട്ടും. സോ ഐ ആം ഗെറ്റിംഗ് വ്യൂഡ്. ആ വ്യൂ എനിക്ക് ഡോളറായിട്ട് എന്റെ ബാങ്കിലേക്ക് വരും. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. കമോൺ, കൂടുതൽ എഴുതിയിടൂ. നിങ്ങൾ കമന്റ് തോൽക്കരുത്. എഴുതൂ, ഇനിയും എഴുതൂ പ്ലീസ്. എല്ലാം റിപ്പോർട്ട് അടിക്കുക. അത് കേൾക്കൂല. റിപ്പോർട്ട് അടിച്ചാലും അവിടെ ഇരിക്കുന്നവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. ഇതിനകത്ത് കണ്ടന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് അവർ കാര്യമാണ് പറയുന്നത്, സംവാദമാണ് നടത്തുന്നത്. അതിനകത്ത് അവർ ബാഡ് വേർഡോ ഒന്നും ഉപയോഗിക്കാത്തടുത്ത് നീ റിപ്പോർട്ട് അടിച്ചോണ്ട് ഒരു ഉണ്ടം പൊരിയും. ഇതൊക്കെ ആരാ നിന്റെ അടുത്ത് പറഞ്ഞെന്ന്? റിപ്പോർട്ട് അടിച്ച ഉണ്ടം പൊരിയുന്നു. ഞാൻ നല്ല റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതേസമയം അപ്പുറത്തുള്ള ടീമിന് ഞാൻ അങ്ങോട്ട് അടിച്ചു തന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ദേ ജെട്ടി ഇട്ടുകൊണ്ട് ഒരു ഓലക്കീറും ഇട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ അവിടെ പണി കിട്ടും, ഇവിടെ കിട്ടൂല. അങ്ങനെ ചേച്ചി പറയില്ല എന്നറിയാം. ബിക്കോസ് ചേച്ചി ഇപ്പോഴും പഴയ കാലത്ത് തന്നെ. അതാണ് പഴയ കാലത്തുള്ളവർക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ട് നിങ്ങളിപ്പോ കുറെ എണ്ണം തുണിയില്ല നടക്കണോണ്ട് ഞങ്ങളൊക്കെ ചത്തുകളയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങളൊക്കെ ജട്ടി അകത്താ ഇടുന്നത്, ജട്ടി പുറത്തല്ല ഇടുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്ക് ജീവിക്കണമെന്നുള്ളത് പോലെ ഞങ്ങൾക്കും ജീവിക്കണം. ചേട്ടാ മാറ് പറിക്കാൻ പണ്ട് സമരം ചെയ്തു, ഇപ്പോൾ തുണിയില്ലാതെ നടക്കുന്ന പാഷൻ. എക്സാക്ട്ലി. ജീവിക്കണ്ട പറഞ്ഞ പിന്നെന്തുവാ? ഇനി ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന്. ഞങ്ങൾ ആ കാലഘട്ടത്തിലുള്ളവരാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള സംസാരം ഞങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സഹിക്കി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കണ്ട.
അപ്പൊ എന്റെ ചാനൽ കാണാതിരുന്നാ പോരെ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇതാണെന്ന് ഞാൻ പറയുമ്പോൾ ഇല്ല നിങ്ങൾ അഭിപ്രായം ഞങ്ങൾ മാറ്റിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഇപ്പൊ തുണി കൊടുത്താൽ അതിന് ഞങ്ങൾ മാറ്റിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് കയറിയാൽ അങ്ങോട്ടും തരും. അവള് തന്നെ ഇരുന്ന് പറയുന്നില്ലേ 80% ആൾക്കാർ എനിക്കെതിരാണെന്ന്, 90% ആൾക്കാർ എനിക്കെതിരാണെന്ന് പറയുമ്പം ഈ 90% ആൾക്കാരും ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരാണോ? ന്യൂജൻ കുട്ടികളൊന്നും പറയുന്നില്ലേ? ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാനായിട്ട് ഷെഫീന ബീവിയുടെ ചാനലിലേക്ക് വരണ്ട. മനസ്സിലായ? ലിസ്റ്റിക്കിന്റെ ചാണങ്ങളെ കാണിക്കാൻ പാതിരാത്രി ലൈവിൽ കയറിയിരിക്കുന്ന നീയാണോ അവളെ കുറ്റം പറയണത്? പാതിരാത്രി ലൈവിൽ കയറിയിരിക്കുന്നത് സുധാ സന്തോഷ് മോളെ നീ ആണാണോ? ഒന്ന് എഴുതിയിടുവോ? സ്മിത നീ ആണാണോ? സുമ ആണാണോ? ഇവിടെ ഒത്തിരി പെണ്ണുങ്ങൾ ഇരിക്കുന്നല്ല. ലിപ്സ്റ്റിക് ഇട്ട ഉടനെ അവർക്ക് എന്തെങ്കിലും തോന്നുമോ? നിന്റെ അമ്മച്ചി ലിപ്സ്റ്റിക് ഇടുമ്പോൾ നിനക്ക് എന്തൊക്കെ തോന്നാറുണ്ട്? ഉണ്ടോ? ഇത് വെച്ചിട്ട് പോടേ. അടാ സിനിമോൾ ഇവിടെ നീ ആണാണാടേ? ഇപ്പൊ തുണി ഉടുക്കാതിരിക്കാൻ, തുണി ഉടുക്കാൻ സമാധാനം. ഞാനാണല്ലോ പെണ്ണാണ്. അപ്പൊ ഒരു പെണ്ണിന് കാണാനുള്ള ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കാം. ഇങ്ങനെയാണ് മോഡലിംഗ് എങ്കിൽ ചില ആളുകൾ വേറെ സൈറ്റൊന്നും കയറേണ്ടി വരില്ല. സത്യം. ഞാൻ പെണ്ണാ, സ്മിത പെണ്ണാണെന്ന്. അപ്പൊ നേരത്തെ ഇവിടെ വന്ന് കമന്റ് ഇട്ട നാറി, നീ തോറ്റിരിക്കുന്നു, നിന്നെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, നീ തോറ്റതായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇറങ്ങിപ്പോയിക്കോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഹൈഡ് ചെയ്യും. അഞ്ചു ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞതാണ്, തോർത്ത് മുണ്ടിട്ട് അഭിനയിക്കേണ്ട ഒരു റോളിൽ തോർത്തില്ലാതെ ഞാൻ അഭിനയിക്കില്ല. ഇപ്പോൾ അവർക്ക് നെഞ്ച് മറയ്ക്കണമെന്ന് ബോധമുണ്ടായിട്ടല്ലേ ഇത് നഗ്നത കാണിക്കാനായി സമരം ചെയ്തു. നിങ്ങൾ ശരിയായ വഴിയിലാകുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും, കുറ്റം പറയും, അവസാനം അവരും സത്യത്തിൽ എത്തിച്ചേരും. 2 കൊച്ചിന്റെ ഉമ്മയാണ്. മനസ്സിലായി ഇതിന്. നിന്നെ എന്റെ ചാനലിൽ നീ വരാതിരിക്കാനുള്ള ഓപ്ഷൻ എന്റെ വിരൽ തുമ്പുകളിലാണ്. എന്തൊരാ പ്രശ്നം. പാതിരാത്രി ലിപ്സ്റ്റിക് ഇട്ട പെണ്ണിനെ കാണുവാൻ വന്ന നീ ആരാണ് മോനെ? അത് ചാലിന് മാറി വന്നതാ. അപ്പുറത്ത് വേറെ ആളുകൾ പോകുന്നുണ്ട്, അവിടെ പോയിരുന്ന് വായി കീറി നോക്കിയിരി. എനിക്കിഷ്ടപ്പെട്ടു, നല്ല മറുപടി കൊടുത്തു. കുറെ ഡ്രസ് അലർജി ഉള്ളവരുണ്ട്. ഷെഫീന സൂപ്പർ, ഹായ്. അവരൊക്കെ കാണാൻ വേണ്ടിയാ വരുന്നേ ഷെഫീന. കുറ്റം പറയുകയും വേണം, കാണുകയും വേണം. അമ്മൂന് എന്ത് കിട്ടിയ? എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിൽ തലയിടുന്നത്? ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്ത് വന്ന് അഭിപ്രായം പറയുന്നത്? ഞാൻ മറ്റുള്ളവരല്ലേ? അതെന്തോ ഞാൻ നിന്റെ കുഞ്ഞമ്മയാണോ? നീ എന്റെ ലൈഫിൽ കയറി അഭിപ്രായം പറയാ? ഇറങ്ങി ഓട്. വി ആർ ഓൾ വിത്ത് യു ഷെഫീന, റെസ്പെക്ട് യു ഡിയർ. ചേച്ചി സണ്ണി ലിയോൺ എത്രയും സംസാരിക്കണം, എതിരെയും സംസാരിക്കണം. സണ്ണി ലിയോൺ മലയാളിയൊന്നും അല്ലല്ലോ, അവളുടെ ഇതിലല്ലേ. അവളിവിടെ വന്നപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലേ? ഞാൻ സണ്ണി ലിയോണെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹണി റോസിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിമിഷ ബിജുവിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്നും കാണാത്തതിന്റെ കുറ്റമില്ലല്ലോ. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തല്ലേ, നിങ്ങൾ അതൊക്കെ പോയി ഇരുന്ന് കാണും കേട്ടോ. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായല്ലോ, പ്ലീസ് അതൊക്കെ കാണുക കേട്ടോ. വീഡിയോസ് ഒക്കെ കാണും. എന്നിട്ട് റിപ്പോർട്ട് അടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ കാണുന്നതാണ് ഇവിടെ മെയിൻ. കാണുക. ചിലപ്പോൾ തല തിരിഞ്ഞാലോ. സേനത്തെയും വെറുതെ അമ്മേ ഇത്തിരി ഓവർ, ഇത്തിരി അല്ലടാ, ശരി കൂടുതൽ ഓവറാണെന്ന്. ഹായ് ഷെഫീന. അയ്യോ ബോൾഡേഡിക്ക് വിത്തം. ചില പെൺകുട്ടികൾ കളർ കുറച്ച് കുറവാണെങ്കിൽ അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുണി കുറച്ചു നടക്കും. എനിക്ക് അതൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ല, ആ ഒരു കമന്റാണ് എനിക്ക് ഹേർട്ട് ചെയ്തത്. ആ ഒരു ഫോട്ടോ കണ്ട ആർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. അപ്പൊ ആ പറഞ്ഞതിന്, ആ കമന്റിനെ എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞ കമന്റ് ഇതാണ്: നങ്ങേലി പണ്ട് മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ജീവിതം സാക്രിഫൈസ് ചെയ്തു, ഇവളൊക്കെ എന്താ കാണിക്കണേ എന്നാണ് കമന്റ്. അതെടുത്തു വെച്ചിട്ട് അവളുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് പ്രൊവോക്കേഷൻ വന്നത്. അതാണ്. ചേച്ചി മോഡലിംഗ് ചെയ്യുന്ന എല്ലാവർക്കും എതിരെ സംസാരിക്കണം. നീ എനിക്ക് ശമ്പളം തന്നിരുത്തണമെങ്കിൽ ഞാൻ നാളെ മുതൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ശമ്പളം നീ കൊണ്ട് തരണം. അതാ പറഞ്ഞവന്റെ അമ്മ. അത്ര തന്നെ. സാനി അയ്യപ്പനോ? അതുകൂടെ പറയൂ. സാനി അയ്യപ്പനെ ഞാൻ കണ്ടിട്ടില്ല, അതാരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ചേച്ചി ഒത്തിരി ഇഷ്ടം, താങ്ക് യു. തന്നെ ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട്, താങ്ക് യു. എന്തിനാ ഈ സപ്പോർട്ട്, തള്ളയെ സപ്പോർട്ട് ചെയ്യുന്നത്? തള്ളയെന്നൊക്കെ വിളിക്കാൻ, എടാ മുറിയ, എന്റെ വായെന്ന് കേൾക്കാതെ ഇറങ്ങി ഓർറ മാറി. ഷിംജിത
ചെയ്തപ്പോൾ ഷെഫി ആരെയും കൊന്നിട്ടില്ലല്ലോ ഇത് ചെയ്തതുപോലെ. എന്റെ കുട്ടികളോട് ഞാൻ പറയും മോഡൽ വസ്ത്രം ആവാം, ബട്ട് മാന്യത വേണം, അത്രയേ ഉള്ളൂ. ഷെഫീനെ എന്റെ 100% യോജിക്കുന്നു. ഞാൻ ലൈക്കും കമന്റും ഇട്ടിരുന്ന വീഡിയോ. താങ്ക് യു. എടാ മൈത്താണ്ടി മോനെ, പോ. ഒരാളെ അല്ല എല്ലാരെയും പറയണം, അവിടെ നടക്കുന്നത് പറയണം, അതാ ചങ്കൂറ്റം. എല്ലാരെയും പറയാറുണ്ട്, എന്റെ കണ്ണിൽ കാണുന്നതൊക്കെ ഞാൻ പറയാറുണ്ട്, അതൊക്കെ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ കാണാത്ത എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. അമ്മ ഇവിടെ ഇല്ലേ? റിപ്പീറ്റ് കമന്റ് വേണ്ട നമുക്ക്. ഐശ്വര്യ റായിയുടെ മോഡലിംഗ് പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ? ഒന്നും പറയുന്നില്ലേ? ഐശ്വര്യ റായിയുടെയാ? ഇല്ല, കണ്ടിട്ടില്ല. നീ നാളെ ആ ഡ്രസ്സ് ഇട്ടുണ്ട് എന്റെ മുമ്പിൽ ഒന്ന് വരാമോ? അവൾക്ക് അഭിപ്രായം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവളിട്ടിരിക്കുന്ന ആ മോഡൽ ഡ്രസ്സ് ഇട്ട് നീ എന്റെ മുന്നിൽ വന്ന ഞാൻ നേരിട്ടൊരു അഭിപ്രായം തരാം. എന്തേ തന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു. അയ്യോ, ഒരുപാട് സന്തോഷമായിട്ടോ. എന്റെ സപ്പോർട്ട് തരുന്നു. ഞാരെ പറയണ എന്താ യോഗ്യത? നിനക്കെന്ത് യോഗ്യത? നീ എന്റെ യോഗ്യതയിലൊക്കെ പെണ്ണാണ്, ആണല്ല. ആണോ? എന്നിട്ട് ആണുങ്ങളുടെ പേരും കൊണ്ട് സ്വന്തം പേരും ഇല്ലേ? പിന്നെ ചേച്ചി ഷോൾ ഇടുന്നില്ലല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നീ എന്റെ എന്തൊരു കണ്ട്? ഷോളില്ലാതെ എന്നിട്ട് നീ എവിടെ കണ്ട്? ഞാനേ ആണോ? ഇത്ത ലൈഫ് യോ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ നേരിട്ട് ഒരു മോട്ടിവേഷൻ. എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്നേ. പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരുണ്ടോ? എവരി വൺ ഫേസ് ചെയ്യും. ഇതിലെന്താണെന്നറിയാമോ? ചില നാറികളെ നമ്മൾ ഒത്തിരി കൺസേൺ ചെയ്തിരുന്നു, മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മകനായി ഒക്കെ കൺസേൺ ചെയ്തിരുന്നു. ചില ചെറ്റകളെ അവര് ഒരു ട്വിസ്റ്റ് അടിച്ചപ്പോ എത്ര വലിയ ചെറ്റയാണെന്ന് അവൻ പലരോട് സംസാരിച്ച കാര്യങ്ങൾ വന്ന് നമ്മളടുത്ത് പറഞ്ഞപ്പോ ശരിക്കും അതങ്ങോട്ട് ഇത്രയും നാറിയാണോ ഇത്രയും ദിവസം ഞാൻ അയ്യേ എന്നൊരു ഫീല് വന്നു. ആണുണ്ട് പെണ്ണുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ആ ഒരു ഫീല് ഗട്ട് ഫീലിംഗ് ആണ്, വേറെ ഒന്നും. ഇതിനേക്കാൾ വലിയ സൈബർ ബുള്ളിങ് നമ്മൾ നേരിട്ടതാണ്. ഇത് ബുള്ളിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരെന്താണെന്നറിയാമോ? അഡമന്റ് ആയിട്ട് ഒരു വിഷയം കിട്ടിയവർക്ക്. ഇപ്പൊ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തതിലൊന്നും ഇവർക്ക് ഒരു സാധനവും കിട്ടിയില്ല. ഇവർക്ക് ഒരു വിഷയം അങ്ങോട്ട് കിട്ടി, ഇതങ്ങോട്ട് കത്തിച്ച് ഇപ്പൊ അങ്ങ് തീർത്ത് അങ്ങ് ഇരുത്തി അഡ്വൈസ് പറയാം. ഒരു മാസത്തേക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകുന്നു, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് വന്നിട്ട് മതിയോ? ഐഡിയ ആണ്, മനസ്സിലായ? ഡു യു വാണ്ട് പെർമനന്റ്ലി എന്നെ പോലെ ഉണ്ട് കാണാൻ ഷെഫീന. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നന്നാക്കിയാ പോരെ? ഈ ചോദ്യം ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നു. നിനക്ക് നിന്റെ വീട്ടിലുള്ളവരെ നന്നാക്കിയാ പോരെ? നീ എന്നെ നന്നാക്കാൻ വരുന്ന എന്തിന്? ഇനി ഇവിടെ വിളിച്ച നിങ്ങളുടെ കണ്ടാൽ ഒരു തള്ളയല്ലേ? ഒരു 50 വയസ്സ് പറയും. അതിനിപ്പോ എന്ത്? 50 വയസ്സുള്ളവർക്ക് ജീവിക്കണ്ടേ? 60 വയസ്സായ ജീവിക്കണ്ടേ? ചേടാ 50 60 വയസ്സായാലും ഇപ്പൊ എന്താ പ്രശ്നം? അതുകൊണ്ട് വിജയിന് 52 വയസ്സുണ്ട്, അവൻ ചത്ത് കളയണോ? അവൻ 52 വയസ്സുണ്ടെന്നും പറഞ്ഞുണ്ട്. ചേടാ ബിഗ് ബോസ് സീസൺ 9 നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ വർഷ വർത്തമാനം പറയാൻ? നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ച? നീ പിന്നെ ഇവിടെ വന്ന് കമന്റ് ഇടുന്ന എന്തിന്? നീ എന്നെ ചൊറിയാൻ വരുന്ന എന്തിന്? തട്ടയിട് ബീബി. ഓ ശരിയടാ, ഇപ്പൊ ഇടണോ കഴിഞ്ഞിടണോ? കരിപ്പടിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? എനിക്ക് ഇങ്ങള് പറയുന്ന കേട്ടതൊന്നും കരിപ്പടി എന്റെ വീട്ടിലാണെന്ന് ചുമ്മാ ഇരുന്നാണ്. എനിക്കാ മാറിയെ പറ്റി അറിയത്തില്ല. ചേച്ചി ഫ്രീഡം ഒക്കെ ഉണ്ട്, എന്തൊക്കെ ബാഡ് വേഴ്സ് ആണ് പറയാം. അങ്ങനെയൊക്കെ പറയും. ഷോൾ ഇടു പ്ലീസ്. സന്തോഷായില്ലേ? മമ്മൂട്ടി അപ്പൊ എന്ത് ചെയ്യും? ശരിയാണല്ലോ, മമ്മൂട്ടിക്ക് എത്ര വയസ്സുണ്ട്? കഷ്ടം കേട്ടാ. ഇവരെയൊക്കെ മുമ്പിൽ മമ്മൂട്ടിയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഋഷി തോമസ് 2 കുട്ടികളുടെ അമ്മ ആണ്, അപ്പോ തള്ള തന്നെയാണ്. ഇത്ത മറ്റുള്ളവർക്ക് വേണ്ടി മുൻപിൽ നിൽക്കും. അങ്ങനെയുള്ള ഇത്താക്ക് വേണ്ടി പറയാൻ ആരുമില്ല. അവർക്ക് നേരെ തിരിയുമോ എന്ന പേടി. സൂപ്പർ ആൻസേഴ്സ്.
ഇവിടെ മോഡറേഷൻ ആരുമില്ല, ഞാൻ തന്നെ ഇരുന്ന് മോഡറേറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത്, ഉള്ള പ്രാക്ക് മൊത്തം തള്ളക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ റേഷൻ മുട്ടി, എന്റെ റേഷൻ അങ്ങനെ മുട്ടി, എനിക്ക് ആരില്ലാണ്ടായി. പോയി അടുത്ത ഐഡിയ എടുത്തുണ്ടോ? ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തിനാ വീഡിയോ ഇടുക? ഞാൻ നിങ്ങളുടെ അടുത്ത് 100 വട്ടം പറഞ്ഞു, വീഡിയോ ഡിലീറ്റഡ് അല്ല, വീഡിയോ സ്ട്രൈക്ക് എന്നതാണ്. ആ സെയിം വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ വീഡിയോയിൽ സ്ട്രൈക്ക് തന്നതാണ് അവര്, ഞാൻ സ്ട്രൈക്ക് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് 10 വർക്കിംഗ് ഡേയ്സ് ആവും. 10 വർക്കിംഗ് ഡേയ്സ് ആവുമ്പോൾ റിക്കവറായി വരും. എനിക്ക് സ്ട്രൈക്ക് തന്നാൽ, പണ്ടൊക്കെ സ്ട്രൈക്ക് കേൾക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ തിരിച്ച് സ്ട്രൈക്ക് കൊടുക്കും, ഞാൻ ആ സ്ട്രൈക്ക് പൊട്ടിക്കും. അപ്പൊ അത് സ്ട്രൈക്ക് തന്നതാണ്. അപ്പൊ ധൈര്യക്കുറവ് ആർക്കാണ് എന്നുള്ളത് അതിനകത്ത് വ്യക്തം. ഈ വലിയ വർത്തമാനമൊക്കെ പറയുന്ന അവർക്കാണ് ധൈര്യമില്ലാത്തത്. കണ്ടോ, സ്ട്രൈക്കാണ് തന്നിട്ടുള്ളത് കേട്ടോ, സ്ട്രൈക്ക് തന്നിരിക്കുകയാണ്. അല്ലാതെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. 6 ദിവസം, ഇനി ഒരു 4 ദിവസം കൂടെ കഴിയുമ്പോൾ അത് തിരിച്ച് ഇതായി അവിടെ വന്നോളും. ഒരു 6 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഈ സാധനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്ക് കേട്ടാ. ധൈര്യമുള്ളവരാണ് സ്ട്രൈക്ക് അടിക്കുന്നത്. അപ്പൊ സ്ട്രൈക്ക് അടിച്ചത് അവരാണ്. സ്ട്രൈക്ക് പൊട്ടിക്കാൻ എനിക്കറിയാം. ഇതേ സാധനം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയി കണ്ടു. പക്ഷെ കേസൊക്കെ കൊടുക്കണമെങ്കിലേ വീഡിയോ അവിടെ വേണം. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാക്കത്തില്ല, അത്ര പോലും ബോധമില്ല. അതുകൊണ്ട് വീഡിയോ അവിടെ കാണും, വീഡിയോ എങ്ങും കളയത്തില്ല കേട്ടോ. ഇത്ത ഇങ്ങളെ ഇന്നലെ ഇങ്ങളെ സ്വപ്നം കണ്ട് സന്തോഷമായോ? ഇങ്ങളെ പുള്ളി താങ്ക് യു. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. ഏത് പുള്ളിയാണ് വയസ്സിനെ കുറിച്ച് പറയുന്നത്? ഇന്നും പറയണ്ട സഹോ. ഷെഹീനോട് സംസാരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ടാണോ? ഇടെ വിളിക്കലടെ, ഞാൻ സൈലന്റിൽ ഇട്ടിരിക്കുകയാണ്. ആ പാക്ക് എല്ലാം കൂടി നാളെ മാർക്കറ്റിൽ ഏലം വിളിച്ചു കൊടുക്കുന്ന ആവശ്യമുള്ളവർ എത്തുക. എന്നാലും അതൊക്കെ കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ പാക്കെല്ലാം കൊട്ടക്കണക്കിന് കിട്ടിയിരുന്നെങ്കിൽ അത് കൊടുത്തിട്ട് ഗോൾഡ് വാങ്ങിച്ച് സേവ് ചെയ്ത് വെക്കായിരുന്നു. കേസ് വരട്ടെ. ശ്രീലക്ഷ്മി എന്തിനാ പേടിക്കുന്നത്? സത്യം വലിയ കാര്യമായിപ്പോയി. എന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെ ഇരിപ്പ്. ആണടേ, നല്ല പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെയാണ് ഇരിക്കുന്നത്. നീ ഇപ്പൊ ഇവിടെ വന്ന് ഈ കമന്റ് ഇടുന്ന എന്തിനാ? തുണിയൂരി നടക്കാനുള്ള പെർമിഷൻ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണോ? ആണോ? ഇത്രയും നാൾ എങ്ങനെയായിരുന്നു? അതുപോലെ മതി ഷെഫീന. പറയുന്നവർ പറയട്ടെ. എക്സാക്ട്ലി ഇത്ത പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബർമാരെ ഒരാളെ കണ്ടു. ഒരാളല്ല കേട്ടോ, 2-3 പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-3 പേരെ കണ്ടു. ഒരാൾക്ക് തീരെ വ്യൂ ഒന്നും ഇല്ലെങ്കിലും അവൻ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്. എനിക്ക് അവ സത്യത്തിൽ ചിരി വന്നു. അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. പിന്നെ ഫേസ്ബുക്കിലാണ് രക്ഷയില്ലാത്ത കമന്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാൻ വിചാരിച്ചെന്തെന്നറിയാമോ, നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും, വ്യതിചലിക്കും. അതാണ് ഇവരുടെ ടാർഗറ്റ്. അതിനകത്തേക്ക് പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ മനസ്സ് കാണിച്ചവർക്കൊക്കെ താങ്ക് യു. SP വ്ളോഗ് അതൊക്കെ എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നെ ഉത്തര ഉണ്ണിയുടെ അടുത്ത്, ഉത്തര ഉണ്ണി എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഉത്തര ഉണ്ണി എന്റെ ഒരു വീഡിയോ നിന്റെ ചാനലിൽ പാടില്ല. നിന്റെ ചാനലിൽ എന്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിലും ഞാനത് സ്ട്രൈക്ക് തരും. ഉത്തര ഉണ്ണിയുടെ അടുത്ത് ഞാൻ ഓപ്പൺ ചലഞ്ച് പറയുന്നേനെ. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് ആരാണെന്ന് പറയാൻ മറന്നുപോയി. അത് ഉത്തര ഉണ്ണിയാണ് കേട്ടോ. അവൾക്കിപ്പോ വ്യൂ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഉത്തര ഉണ്ണിയാണ് ആള്. നിങ്ങളുടെ മകനും നിങ്ങളും തമ്മിൽ മറ്റൊരു രീതിയിലാണോ എന്ന് ഒരു യൂട്യൂബർ പറയുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ലൈവിൽ വന്ന് ചോദിച്ച മകന്റെ ഒപ്പം ജീവിക്കുന്ന, മകന്റെ ഒപ്പം അത് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവര്. അതുകൊണ്ടാണ് ആ ചോദ്യം അവർക്ക് വന്നത്. അവനെ ഞാൻ സബ് ചെയ്തല്ലേ? ആണോ സ്മിത? ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ് ഹായ് ജയശ്രീ. ചേച്ചി ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും താത്ത മോഡലിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, അതിന് എനിക്ക് തന്നെ ഒരു അഭിപ്രായമില്ല. നിങ്ങൾ യൂസ് ചെയ്ത ഭാഷ ആണ് സമാധാനമായില്ലേ? ഇത് വന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ ഇവിടെ നടത്ത് ദൂരക്കളെ. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്താൽ ഇപ്പൊ ഒത്തിരി പേര് വന്ന് പറഞ്ഞില്ലേ, ഞാൻ അതിന് മറുപടി പറഞ്ഞില്ലേ? മാറൂല, അഭിപ്രായം അത് തന്നെയാണ്, മാറ്റമില്ല. നിങ്ങൾ 10 കമന്റ് കൂടുതൽ ഇട്ടാലും ആ 10 കമന്റിനും ഞാൻ ഇതേ മറുപടി തന്നെ പറയും.
ഇനി കൂടുതൽ പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഭാഷ വൾഗറാക്കും. നിന്റെയൊക്കെ ജോലി നോക്കി പോവാൻ നോക്ക്. സൗകര്യമുള്ളവർ ഇരുന്നാൽ മതി. അതിനകത്ത് അത്രയും വൾഗർ ഭാഷയുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ച് അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ്, അത് ഇഷ്ടപ്പെടുന്നവർ എന്റെ ഒപ്പം ഇരുന്നാൽ മതി. അല്ലാത്തവർക്ക് പോകാം, സ്കിപ്പ് അടിച്ച് പോകാം, തുണി ഊരി നടക്കാം, മക്കൾക്ക് തുണി ഊരി ഇട്ട് കൊടുക്കാം, ജട്ടിയും പാടി ഇട്ട് റോട്ടി കൊണ്ട് നിർത്താം, വ്യഭിചാരത്തിന് വിൽക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിനകത്തൊന്നും മറുപ്പ് പറയത്തില്ല. പക്ഷേ അത് ഞാൻ അംഗീകരിക്കണമെന്ന് പറയുന്നിടത്ത് എനിക്ക് വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനത് അംഗീകരിക്കുന്നില്ല. എന്റെ കുട്ടികളോ എന്റെ ചുറ്റുമുള്ളവരോ എന്റെ കൂട്ടുകാരിയുടെ മക്കളോ എന്റെ അയലത്തുള്ളവരോ എന്റെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ ഞാൻ കണ്ണിൽ കണ്ടാൽ ഞാൻ വിലക്കും. മോഡലിംഗ് എന്റെ അമ്മ കേട്ട് മടുത്ത്. തവളം ഒരു ശാരീരികം ചിലയ്ക്കുന്നുണ്ടല്ലോ, മിണ്ടണ്ട. ഇനി നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുന്നതിന് പകരം നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കരുത്. അത് അർഹിക്കുന്നില്ല. അതിന് മറുപടി നിയമം മൂലമാണ് നേരിടേണ്ടത്. അങ്ങനെ ഇപ്പൊ ലവള് കൊണ്ട് കൊടുത്തില്ലേ പരാതി, കോടതി മുഖാന്തരം അൻസിബ കൊടുത്തില്ലേ? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ തീവ്രവാദി എന്നും മാവോയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമം മൂലമാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. അല്ലാതെ നമ്മൾ തിരിച്ചു പറഞ്ഞല്ല നേരിടേണ്ടത്. അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ കേസ് ആർക്കൊക്കെയാണ് വരുന്നത്? ചുണ്ണിക്കൊരു കേസ് അങ്ങോട്ടാണ് ചെന്നത്. ചുണ്ണി എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് ചുണ്ണിക്കാണ് കേസ് കിട്ടിയത്. അപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? യുവർ യൂട്യൂബ് DP കൊള്ളില്ലേ ആഷിമേ? കുറച്ച് കൾച്ചറായിട്ട് സംസാരിച്ചൂടെ? പെലയാടികളെയൊക്കെ എത്ര പറഞ്ഞാലും പെലയാടികൾ പിന്നെയും വന്ന് അത് എഴുതി വെക്കുള്ളൂ. ഷെഫീനെത്ത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. താങ്ക് യു സിയ. ഷെഫീനെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഞാൻ അയക്കുന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നല്ല കമന്റാണ് അയക്കണേന്നുള്ളത് താങ്ക് യു പറഞ്ഞല്ലോ. പിന്നെന്താ? ഗുഡ് നൈറ്റ് ചേച്ചി. ഇതേ പോവല്ലേ, എവിടെ നെല്ല് സുധ ലൈക്ക് ഇട്ട് മടുക്കും. മക്ക തുണി ഊരികൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടോ? കഷ്ടം. ഇതൊക്കെ ഫേക്ക് ഐഡിയും കൊണ്ട് വരുന്നതല്ലേ? ഇത് അവരുടെ ഒരു ടാർഗറ്റഡ് സാധനമാണ്. അതിൽ ഇപ്പൊ അങ്ങ് തീർത്ത് കളയാം, ഇപ്പൊ മുട്ടയിട്ട് കളയാം എന്നുള്ള പ്രതീക്ഷയിൽ ഓരോന്ന് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ കോമഡി എന്താണെന്നറിയാമോ? ഇവർക്കൊരു എക്സ്പെക്ടേഷൻ ലെവലുണ്ട്. കേസ് കൊടുത്ത് അവർ പേടിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഇപ്പൊ അങ്ങ് പറഞ്ഞ് അടിച്ചങ്ങ് ഒതുക്കാം എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ടീമുണ്ട്. എനിക്കതല്ല ചിരി വരുന്ന എവിടെയെന്നറിയാമോ? നമ്മളെ കൂടെ നിന്ന കുറെ ചവറുകൾക്ക് തോന്നി ഇതോടെ ഷെഫീന യുഗം അങ്ങ് അവസാനിച്ചെന്ന്. ആ ചവറുകളുടെ ആ മെന്റാലിറ്റിയാണ്. അതാണ് എനിക്ക് ചിരി വരുന്നത്. എന്റെ നെയിം ഷാലു. എനിക്ക് ഉടനെ ഉത്താനെ ഭയങ്കര ഇഷ്ടം. താങ്ക് യു. ഹായ് ചേച്ചി. ഹായ്. ഞാൻ ഈ മഞ്ഞപ്പൂഞ്ഞു ഞാൻ ഒരുപാട് വട്ടം പാടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കുറെ പാട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾ പാട്ട് നോക്കിയാൽ അറിയാം. ഹായ് ചേച്ചി, ഗുഡ് നൈറ്റാ. സമയായിനും അയ്യോപ്പോ ഇത്രയും സമയം ഇരുന്ന് അലച്ചേനു. ലൈവ് ആണെങ്കിൽ സമയം പോണ അറിയത്തില്ല കേട്ടോ. അമ്മാതിരി ഇരുന്ന് അലപ്പായിരിക്കും. എല്ലാവരും പോയാ? 386 പേരേ ഉള്ളേനു. ഷാജി പോയാ? അമ്മ ലൈക്ക് എത്ര? ബിഷപ്പ് എന്താ ഷെഫീനക്ക് എഗൻസ്റ്റ് ആയേ? അത് എനിക്കറിയത്തില്ലപ്പാ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ് ഷെഫീന. താങ്ക് യു. രേണു സുധിയെ കുറിച്ച് പറയടേ. അത് എവിടെ കണ്ടൊരു മൂല ഇരിക്കുകയല്ലേ? വല്ലതും പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആലോചിക്കാം. മോഡലിംഗ് ഒക്കെ ആവാം. അത് മറക്കേണ്ട ഭാഗം മറച്ചുകൊണ്ട് മോഡലിംഗ് ആയിക്കോട്ടെ, അത്ര തന്നെ. ഷെഫീനത്തൊക്കെ ഒരു ശ്രീജയെ അറിയുമോ? ഫർത്തയും നിക്കാബും എല്ലാം ഇടുന്ന ഒരു സ്ത്രീ അറിയില്ല കേട്ടോ. പോയില്ല ഷെഫി ആണോ? കോമള അമ്മായി. പ്രിയ കോമളത്തിനെ കണ്ടവണെങ്കിൽ ഓർമ്മ വന്ന്. ഫേവററ്റ് ഫുഡ് പഴങ്കഞ്ഞി. ഫേവററ്റ് കളർ ഓറഞ്ച്. ഒരുപാട് നെഗറ്റീവുകൾക്ക് തളർന്നു പോകുമോ എന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തളർന്നു പോകാനും മാത്രം ഉള്ള നെഗറ്റീവ് ഒന്നും ഇവരുടെ കയ്യിലില്ല. ഹായ് ചേച്ചി. 2-3 ദിവസം സത്യം പറഞ്ഞ സമാധാനമില്ലായിരുന്നു. എന്തുവായിരുന്നു ഇൻസ്റ്റാഗ്രാം? നീ മില്യൺ വ്യൂ കണ്ടില്ലായിരുന്ന? അതാണ് അതിന്റെ ബെനിഫിറ്റ്. അത് മനസ്സിലാക്കുക. ഒരു വേട്ടാവിളി എന്ന വീഡിയോ ഇട്ടല്ലോ കിച്ചു സ്റ്റോറി. ആണോ? ഞാൻ കണ്ടില്ലടേ ചേച്ചി. കരഞ്ഞിട്ട് ഇരിക്കാൻ വയ്യ. ഷെഫീനയുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട്. ആണോ? ഞാൻ ഇത്തയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ വാട്സപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. സ്റ്റിൽ ഇപ്പോഴും പറയാനുള്ളത്, ഒരു അമ്മ ആയാൽ മക്കളുടെ ഡ്രസ്സിങ് നോക്കിയാൽ
ആൻഡ് ഇത്ത ഒരു അമ്മ പറയുന്നത് പോലെയാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാവുന്ന അമ്മമാരുണ്ട്, അത് മതി. ലൈവിൽ റവന്യൂ ജനറേറ്റ് ആകാറില്ല. റവന്യൂ വളരെ കുറവാണ്. ഞാനിത് പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്റെ വീഡിയോസിനേക്കാൾ ഇഷ്ടം ലൈവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, അവരെല്ലാരും പറയും നിങ്ങൾ ലൈവിൽ വാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കലേക്ക് പരിമിതപ്പെടുത്തിയതാണ്. എനിക്ക് ലൈവ് ഇടുന്നതിനേക്കാൾ ഇഷ്ടം വീഡിയോ ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സിൽ അങ്ങ് കഴിയും. ഇത് നമ്മളിപ്പോ കണ്ടില്ലേ 1.5 മണിക്കൂർ ഒറ്റ ഇരിപ്പാണേ, അതെനിക്കും ഹെൽത്ത് ഇഷ്യൂസ് വരും. മനസ്സിലായോ? ഒരു യൂട്യൂബർ ആണ്, ലൈവ് എല്ലാം വരും. ഓക്കെ അറിയാം. എന്തു പറ്റി ചേച്ചി? എത്ര കേസ് കണ്ടിരിക്കുന്നു, എത്ര കേസ് കൊടുക്കുന്നിരിക്കുന്നു? മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കുക, അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ട പാടില്ല, തീയിൽ കുരുത്തതാണ്, പാടില്ല. പഴയ വീഡിയോ കണ്ടിട്ട് വരൂ കുരുക്കളെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ പോയിരുന്ന് കണ്ടിട്ട് വന്ന് എന്നെ ഉപദേശിക്കാൻ വരിക. എനിക്കിതൊന്നും കണ്ട ഒരു ഉണ്ണാകം തോന്നാറില്ല. പിന്നെ കേസൊക്കെ വന്ന് നമ്മൾ ഫേസ് ചെയ്യും. എത്ര 6 മൊബൈലാണ് എടുത്തോണ്ട് പോയത് പോലീസ്. ഇത് ഷെഫീന ബീവിയുടെ യുഗമാണ്. ബാക്കി എല്ലാവരും സൈഡായി. ബാക്കിയുള്ള മിക്കതും തനി സ്വഭാവം പുറത്തു വന്നു. ലാൻഡ്സ്കേപ്പ് മോഡൽ ലൈവ് ചെയ്താൽ റവന്യൂ ഉണ്ടാകില്ലേ? ഉണ്ടാകുമായിരിക്കാം. സേ സംതിങ് അബൌട്ട് കിച്ചൂസ് പ്രോഡക്റ്റ്. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ട്, പ്രൈസും ഓക്കെയാണ്. രണ്ടുപേർക്കും സൈസും കറക്റ്റ് ആണ്. നല്ല മെറ്റീരിയൽ ആണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ട്, എനിക്ക് നല്ല അഭിപ്രായമാണ്. അത് അവനോടുള്ള ഇഷ്ടമല്ല കേട്ടോ. മെറ്റീരിയൽ ഈസ് ഗുഡ്. അത് റോങ് ആയിരുന്നു കഴിഞ്ഞാൽ റോങ് എന്നേ പറയുള്ളൂ. നല്ല കട്ടിയുള്ള നല്ല മോനെ, മക്കളെ, മോനെ ആ ടീഷർട്ട് ഒന്ന് കൊണ്ടുവരുമോ? നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ, നല്ല സാധനം. അങ്ങനത്തെ മോഡലിംഗ് വീഡിയോകൾ പ്രതികരിക്കണം. ഞാനും അത് എതിർക്കുന്ന ആളാണ്. എനിക്ക് ഒരു മോളുണ്ട്, മാനസിക കാരണങ്ങൾ. എന്റെ മോള് എന്ത് ഡ്രസ്സ് ഇട്ടാണ് ഈ നാട്ടിൽ മാനിയെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തേ. കൊള്ളാമോ? എങ്ങനെയുണ്ട് ഡ്രസ്സ്? നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടാ. ബനിയനാണെങ്കിലും ബനിയൻ ക്ലോത്ത് ആണെങ്കിലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. ഓക്കെ. അവന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിലെ ഡിസൈൻ ഫ്രണ്ടിൽ വന്നിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നേനെ എന്നാണ് അവൻ പറയുന്നത്. അതാണ് ബാക്കിലെ ഡിസൈൻ. അത് ഫ്രണ്ടിൽ വന്നിരുന്നെങ്കിൽ കൊള്ളാം. ഫ്രണ്ടിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാ വന്നിരിക്കുന്നത്, ആന എന്ന് മാത്രം. പിന്നെ ഇനി കുറെ സ്റ്റിക്കർ ഇതിന്റെ കൂടെ കൊടുത്തു വിട്ടായിരുന്നു. കിട്ടിയായിരുന്നോ മോനെ? ഞാൻ ഒരെണ്ണം എടുത്തത് എന്റെ മൊബൈലിൽ. വേണ്ടേ ബയ്യയുടെ കയ്യിൽ കൊടുത്തു. ഇതേപോലത്തെ കുറെ സ്റ്റിക്കർ ആണ്. ഞാൻ ഒരെണ്ണം എടുത്ത് എന്റെ മൊബൈൽ ഫിക്സ് ചെയ്തു. ഇങ്ങനത്തെ കുറെ ഉണ്ട്. നല്ല നല്ല മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. നല്ലതാണെന്ന് തോന്നണമല്ല, ഷുവറാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, കംഫർട്ടാണ്. സോ വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ആരായിരുന്നാലും ഞാൻ അഭിപ്രായം മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ വാങ്ങിക്കണമെന്നാണ് എന്റെ മോനെ. തീർച്ചയായിട്ടും നല്ല. അവന് ഇവർക്ക് കുറച്ച്, ഒരാൾ ഹൈറ്റ് കൂടുതലും ഒരാൾ കുറച്ച് വണ്ണവും ഒക്കെയാണ്. അപ്പം ഇവരുടെ സൈസ് ഇത്തിരി ട്രബിൾ ആയിരുന്നു. പക്ഷെ അവൻ ആ സൈസ് പെർഫെക്റ്റ് ആയിട്ട് രണ്ടുപേർക്കും പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഒരാൾക്കും വണ്ണം കൂടുതലോ കുറവോ അല്ല, കറക്റ്റ് രണ്ടുപേർക്കും കറക്റ്റ് അളവിന് അവൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവരെ. അവൻ കറക്റ്റ് അളവിന് കൊടുത്തിട്ട് മാഷാഅല്ലാഹ് അവൻ നല്ല നല്ല ബിസിനസ് ആവട്ടെ, നന്നായി വരട്ടെ. അധ്വാനിച്ച് ജീവിക്കുന്ന പിള്ളേരെ എൻകറേജ് ചെയ്യണം. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ കിച്ചുവിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്തോ ആകട്ടെ, ആ കുട്ടി നന്നായി കിടക്കട്ടെ. ടാറ്റ 3 കൊല്ലം മുൻപുള്ള മോഡലിംഗ് ആ ടോപ്പിക്ക് കഴിഞ്ഞു ബ്രോ ശ്രീ. ആ ടോപ്പിക്ക് കഴിഞ്ഞു. ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ലൈവിന്റെ ആദ്യ ഭാഗം കണ്ടാൽ അതിനകത്ത് ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എന്ത് ശ്രീലക്ഷ്മി സ്വരം, ഐ എം ഓൺലി 24 ആൻഡ് ഈ ജൻ തന്നെയാണ് എന്നും പറഞ്ഞ തുള്ളിയത് അല്ല. എന്തുവാ ഡ്രസ്സിങ് കണ്ട് ചിലപ്പോ ഇത് ആരും പറയാനില്ലേ എന്ന് നോക്കാം. അതാണ്. ആസിഫിനെ റിയാക്ട് ചെയ്യാൻ പേടിയാണോ ഇത്ത? ആസിഫ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ റിയാക്ഷൻ ചെയ്യുന്നതിനൊക്കെ സ്ട്രൈക്ക് കൊടുക്കത്തില്ല. റിയാക്ഷൻ ചെയ്യാത്ത വീഡിയോസൊക്കെ, തെറി വിളിച്ച വീഡിയോസൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ദ നെക്സ്റ്റ് മൊമെന്റ് ഞാൻ സ്ട്രൈക്കുമാണ് കൊടുക്കുന്നത്. മറുപടി തെറി വിളിക്കുന്നവർക്ക് എന്ത് മറുപടി കൊടുക്കാൻ? തെറി വിളിച്ചാൽ എന്ത് മറുപടിയാ കൊടുക്കുക? സ്ട്രൈക്ക് ചെയ്യണം എന്റെ വഴി. ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് എന്നെ തെറി വിളിക്കണ്ട. അതാരും ചെയ്യണ്ട.
ആരെടുത്താലും ഞാൻ തെറി വിളിച്ചവർക്കൊക്കെ എതിരെ ആക്ഷൻ തന്നെയാണ്. ആരെടുത്താലും എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് നീയൊക്കെ എന്നെ തെറി വിളിക്കണ്ട. അത്രയേ ഉള്ളൂ. എന്റെ വാട്സപ്പ് നമ്പറിനെ എങ്ങനെ കിട്ടും? വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, 7025584843. ഹായ് ഷെഫി, ഹായ്. രഞ്ജിനി ജാൻമണി വീഡിയോ കുറച്ചുപേര് എനിക്ക് ഷെയർ ചെയ്തു. ഞാൻ കാണാൻ പോയില്ല, കാരണം കണ്ടാൽ ഞാൻ വല്ലതും പറയും. പിന്നെ ഒരെണ്ണം പട്ടിക്കാട്ടവും വേറൊരെണ്ണം പട്ടി തീട്ടവുമാണ്. രണ്ടിന്റെ അടുത്ത് എന്ത് മറുപടി പറയാൻ? അതിനൊക്കെ എന്ത് മറുപടി കൊടുക്കാൻ? അവസരം കിട്ടുമ്പോൾ നല്ല മറുപടി എൻ്റെ നിന്ന് കിട്ടും, രണ്ടിനും കിട്ടും. ജാൻമണി ആരാണ്? ജാൻമണിക്ക് ഒരിക്കലും ഞാൻ പച്ചക്ക് രണ്ടങ്ങ് കൊടുത്തതല്ലേ, അതിന്റെ വൈരാഗ്യത്തിൽ അവിടെ പോയിരുന്നു കുരുകുരുക്കുന്നതിന്. പിന്നെ ആരാണ് മറ്റവള? നാട്ടിൽ പേപ്പട്ടികളെ വളർത്തുന്ന പട്ടിയാ? അവളെ പറ്റി ഞാൻ എന്ത് പറയാ? പേപ്പട്ടിയാ? ബോധം പൊക്കണോ അല്ലാത്ത കുറെ ആൾക്കാർ. കണ്ണ് ശരിയായ ഞങ്ങള് പറ. ഞാൻ ധൈര്യമായിട്ട് കരി ഇട്ടിട്ടുണ്ട്, ശരിയാവും എന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ ഇനി ഇതുകൊണ്ട് വേറെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പിന്നെ എനിക്ക് കരി വരയ്ക്കാൻ ഒക്കത്തില്ല. കരി വരയ്ക്കാതെ വന്നിരുന്ന ഒരുമാതിരി ടയേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിനക്കെന്ത് യോഗ്യതയുണ്ട്? അന്നമ്മ കുര്യൻ നക്കാളി മോളെ എരുമമുണ്ടേ, നിന്റെ യോഗ്യത എന്താണ്? സീരിയസ്ലി വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇസ്ലാം അല്ല, പക്ഷെ ലൈവിൽ വരുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടം തോന്നുന്നു. അത്യസത്യം ഈ ആന്റി കൊണ്ട് തോറ്റു. സത്യം. രഞ്ജിനിയൊക്കെ തുണി ഉടുക്കാത്തവൾക്ക് സപ്പോർട്ട് പറഞ്ഞു വന്നതാണ് അവരധികം. എന്തുവാ? ഷുഡ് കൺസൾട്ട് എ തെറാപ്പിസ്റ്റ് ഫോർ ഇൽനസ്. കറക്റ്റ്. കുറച്ചുകൂടെ ശരിയാകാനുണ്ട്. കുറച്ചുകൂടെ ഉണ്ട്. പലത് കണ്ണല്ല. ഇവന്മാര് മറ്റേ ഫുട്ബോൾ കളി കാണണമെന്ന് തോന്നുന്നു. രാത്രി മുഴുക്ക വെളുക്കണവരിരുന്ന് ഫുട്ബോൾ കളി കാണുമായിരിക്കും. എന്തിനാണ്ട് അതിനകത്ത് ഇത്ര കാണാതിരിക്കണേ? എക്സ്ട്രാ റീച്ചിന് വേണ്ടി, റിയാക്ഷന് വേണ്ടി ചെയ്യുന്നു ഇവര്. ഷെഫീത്ത ഗുഡ് നൈറ്റ് പോട്ടെ. ഗുഡ് നൈറ്റ്. നിങ്ങളാരോ സത്യത്തിൽ? ഞാനോ? ഞാനാണ്. ഞാൻ ഷെഫീത്ത. ഓക്കെ. ഊണ് അകത്താണല്ലേ മോളെ? ആയിക്കോട്ടെ മോളെ. അയ്യോ, ഇതൊക്കെ ആരും ഇത്രയും പറഞ്ഞു തന്നത്? ഊണ് അകത്തോണം. എന്നിട്ടിപ്പോ ഇത്ര കേസ് വന്ന് എത്ര പേരെ അങ്ങ് പിടിച്ച് അകത്തിട്ട്. രാജൻ ജോസഫിനെ പിടിച്ചോണ്ട് പോയിട്ട് എത്ര നേരം ഇട്ട് അതിനകത്ത്. ഊണെങ്കിലും കൊടുത്തു. പ്രതീക്ഷകളാണ്, സ്വപ്നം കാണുമോ? ഷീ തിങ്സ് ഷീ ഹാസ് ഡൺ സംതിങ് ബിഗ് അച്ചീവ്മെന്റ്. എയറിൽ കയറാൻ എന്ത് ചെയ്യണം? കുറച്ചു കുട്ടികൾ. നാഗയ്ക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് എഴുതി. ശരി, ഇതിനിടയ്ക്ക് വന്ന് കമന്റ് എഴുതിയ ഞാൻ വേറെ തെറ്റിദ്ധരിക്കില്ലേ? ശ്രീജയം ഒന്ന് മുട്ടി ലൈവിൽ. എന്തിനാ പോണേ? സംസാരിക്കാൻ യോഗ്യത ഉള്ളവരുമായിട്ട് സംസാരിച്ചാൽ പോരേ? നയൻതാര ഫ്രം മീഷോ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല. ഹായ് ഫ്രം അമേരിക്ക. ഹായ് ഫ്രം കേരള. ഗുഡ് നൈറ്റ് സച്ചു ചുപ്പ. നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് നമ്മൾ കയറാതിരിക്കുക കേട്ടോ. ആ യൂണിവേഴ്സേ നമുക്ക് വേണ്ട, വിണ്ടാതിരിക്കുക. നമുക്ക് നല്ല കണ്ടന്റ് വരത്തില്ല അത് നോക്കിക്കൊണ്ടിരുന്ന. സോ ബെറ്റർ അവോയ്ഡ് ഇറ്റ്. നല്ലതിനെ നല്ലതായി, മോശം കാര്യങ്ങളെ മോശമായി പറയുകയും അതുപോലെ എന്ത് പ്രശ്നം വന്നാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഇത്തായി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. കഥാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. മിനിമം ഒരു MLA എങ്കിലാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നക്കച്ചി മോൾ നാഗാദേവി. ശ്രീലക്ഷ്മി. ഷി ഡിഡ്ന്റ് ഗെറ്റ് വാട്ട് ഐ സെഡ്. ഒരവസരം കിട്ടിയപ്പോൾ എല്ലാം ചേർന്ന് ഷെഫീനക്കെതിരായി കളിച്ചത്. നല്ല കാര്യമല്ലേ സ്മിത? അത് നല്ലതല്ലേ? ഇവറ്റുകളുടെയൊക്കെ നിലപാട് എന്താണെന്ന് നമുക്ക് അതിൽ കൂടെ മനസ്സിലായില്ലേ? ഷീ ഹാസ് സം മെന്റൽ ഇഷ്യൂസ് ബ്രോ. കുറച്ച് ദിവസം കൺമിഷൻ എഴുതാത്തത് നല്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് എനിക്ക് സജഷൻ വന്നത്. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് ഒന്ന് കമന്റ് ഇട്ടു, ടയേർഡ് ആണോ എന്ന് ചോദിച്ചു. നമ്മൾ കരി എഴുതാതിരുന്ന നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് സത്യമായിട്ടും നല്ല ഇറിറ്റേഷൻ ഉണ്ട്. ഇഷ്ടമില്ല. എന്റെ കയ്യിലെ കുഴപ്പമാണ്. അത് ഒത്തിരി പഴകിയതായിരുന്നു. ബാഗിൽ കുറെ ദിവസം കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയില്ല. പിന്നെ ട്രാവൽ ആയിരുന്നില്ലേ, അപ്പൊ ഞാൻ വീഡിയോ പിടിക്കണം എന്നുള്ളത് കൊണ്ട് ആ നൈറ്റില് പെട്ടെന്ന് കിട്ടിയത് അതായിരുന്നു. അത് വെച്ചങ്ങ് വരച്ച് ഞാൻ ആ വീഡിയോ ചെയ്ത് തീർന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് ഇച്ചിങ് തുടങ്ങി. എനിക്ക് കുരുകുര എന്നിട്ട് കല്ല് കുത്തുന്ന കണക്കായി പെട്ടെന്ന്. അത് അപ്പോഴേ എനിക്ക് മനസ്സിലായി സംതിങ് പ്രോബ്ലം ആയെന്ന്.
പിന്നെ സാധാരണ നമ്മുടെ എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ കണ്ണിലൊഴിക്കുന്ന ഡ്രോപ്പ് ഉണ്ട്. നമ്മൾ ഓവർ നൈറ്റൊക്കെ ഇരുന്ന് മൊബൈൽ വാച്ച് ചെയ്താൽ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതിന് ഉണ്ടായിരുന്നു, അതും അങ്ങ് തീർന്നു. അങ്ങനെയാണ് അതങ്ങ് സിവിയർ ആയത്. മനസ്സിലായല്ലേ? നാഗ ഒരു സെപ്റ്റിക് ടാങ്കാണ്. ഒരു കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല. ഇതാ നിങ്ങളെ കുറെ പേർക്ക് റോൾ മോഡലാണ്. ഹിമാലയ കൺമഷി അടിപൊളിയാണ്. അത് ഇട്ടപ്പോ അത് സ്മഡ്ജ് ആവുന്നത് കൊണ്ടേ, അത് സ്മഡ്ജ് ആവുന്ന ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ മറ്റേതിലേക്കൊന്ന് മാറിയതാണ്. പക്ഷെ ഞാനിപ്പോ ആ കമ്പനി ഒന്നും പറയണ്ട, എന്റെ മിസ്റ്റേക്ക് അല്ലേ ഡേറ്റ് നോക്കാതെ ഇട്ടത്. എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയണത് ശരിയല്ലല്ലോ. ഓസ്ട്രേലിയക്കാരി പറയുന്നു, നിങ്ങളും ആമിയോട് അമ്മിനെ ചോദിച്ച നിങ്ങളും തമ്മിൽ അവിഹിതം എന്ന് മറുപടി കൊടുക്കണം. ഇത്ത ആയിക്കോട്ടെ. We are all with you, Shafina. Take care. Good night. See you. Thank you, Smita. Thank you so much for the support. Thank you. എന്നാലും ഷെഫിയെ സപ്പോർട്ട് ചെയ്തോണ്ടാണോ ഷെഫി ഞാൻ പിണങ്ങി? ഞാൻ വിചാരിച്ച് എന്റെ പ്രശ്നമാണോ? സോറി. രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. അവന്റെ ഇൻസ്റ്റയിൽ രേണുവിന്റെയും സുധിയുടെയും പഴയ പോസ്റ്റുകൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും പഴയ പോലെ റീച്ച് ആവുന്നില്ല. ജോലിക്കും കൂലിക്കും പോവില്ല. ഓ മൈ ഗോഡ്, എനിക്ക് കമന്റ് സെക്ഷൻ കണ്ടിട്ട് തലവേദനയാകുന്നു. ആണോ ശ്രീലക്ഷ്മി? ഇത്ര അധികം പൊട്ടത്തികളോ? ബുദ്ധിജീവി ചെല്ല്, ഒരു കോണാനും എടുത്തെടുത്തോണ്ട് റോട്ടിൽ നില്ലേ. ഓസ്ട്രേലിയൻ പൂതനയ്ക്ക് മറുപടി വേണ്ട. ഇല്ല സുധ, ഡോണ്ട്. ഞാനതൊന്നും പറയാൻ പോണില്ല. സ്റ്റിൽ ലിവിങ് അണ്ടർ റോക്ക്. ഓ മൈ ഗോഡ്, ബ്രെയിൻ റിട്ടേൺ പൂപ്സ്. All poops. ജോണി, നിങ്ങളെ ഒഴിവാക്കി വിട്ടതാണ്. അതിന്റെ പേരിലാണ് ആമിയുടെ അമ്മിഞ്ഞ വിഷയം പുറത്തു വിട്ടതെന്ന്. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, ചാനൽ നിർത്തുന്നു അങ്ങനെയൊക്കെ ഞാൻ അത് ചുമ്മാ ഇട്ടതാണെന്നേ. അവരാഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് ഇടുന്ന അങ്ങനെ ഇട്ടോളൂ. ഞാൻ എന്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആരും പ്രതീക്ഷിക്കണം. അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ മോളെ. ഇല്ലല്ലല്ല, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല മനസ്സുള്ള, നല്ലതെന്ന് പറയാൻ പറ്റുന്ന ആളാണ്. ലവ് യു. താങ്ക് യു അഞ്ജലി. ഇല്ലടാ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. വാഹ്, ഇവറ്റുകൾ പറഞ്ഞാലും മാത്രം ഇതിനേക്കാളെ ആക്രമണം നമ്മൾ ഇപ്പൊ എന്റെ കൂടെ ഇത്രയും കാലം ഉള്ളവർക്ക് അറിയാം. ഇതിനേക്കാൾ വലിയ അറ്റാക്സ് നമ്മൾ ഫേസ് ചെയ്തവരല്ലേ. ഇതൊക്കെ കണ്ട നമ്മൾ ഇതിനൊക്കെ നമ്മൾ പോയി അയ്യേ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. വയ്യാതെയൊക്കെ വന്ന ഒരു ദിവസം 2 ദിവസം മിണ്ടാതിരിക്കും, അത്രേ ഉള്ളൂ. ആൾറെഡി ഞങ്ങളുടെ ഇത്ത കളർഫുൾ ആണെന്ന് ഇനി മഴവില്ല് പറഞ്ഞോ വേണ്ട. ശരിക്കും ജോണി ആമിയോട് അമ്മിനെ ചോദിച്ചെന്താ? എന്റെ പൊന്നു പ്രിൻസി, അതൊക്കെ പോയി ആ പെങ്കൊച്ചിന്റെ അടുത്ത് ചോദിക്കുക. അലവലാതി കൊച്ച് നമ്മളടുത്ത് വന്ന് പറഞ്ഞ കാര്യമല്ലേ നമുക്കറിയാവുള്ളൂ. അമ്മിനെ ചോദിച്ചാ ഇല്ലെന്നൊക്കെ ആ പെങ്കൊച്ചിന്റെ അടുത്ത്. എനിക്ക് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, കാരണം ഭർത്താവ് 3 കുട്ടികളുള്ളത് ബെറ്ററാണ്. അതിന് അഹങ്കാരത്തിന്റെ കാര്യമുണ്ട്. പിന്നെ നമ്മളടുത്ത് പറഞ്ഞു അക്കാര്യം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെ ജോലി നോക്കും, നിങ്ങളെ ഞാൻ ഏറി കയറ്റുമെന്ന് പറഞ്ഞു. നന്നാ കിടക്കട്ടെ, ഏറി കയറട്ടെ. പക്ഷെ ഇനി ആരും പോയി അബദ്ധത്തിൽ ചാടാതിരിക്കാൻ നമ്മൾ ചെയ്തതാണ്. അതൊക്കെ വീടെന്ന്, അതൊക്കെ വേറെ യൂണിവേഴ്സ്. എന്തെല്ലാം അവള് കിടന്ന് പറയണ്. അവൾക്ക് അഡ്രസ്സ് പറയാനുള്ള ആംബിയറുണ്ടോ? ഇത്രയും ധൈര്യമുള്ളവള് അഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തിരി അഡ്രസ്സ് വാങ്ങിച്ചതാ. അഡ്രസ്സ് വാങ്ങിച്ച അവളെ അണ്ണാക്കി കിട്ടുന്ന സാധനം ഞാൻ അവളെ വീട്ടിൽ കയറി കൊടുക്കും. അവളെ കുടുംബത്തിലുള്ള ഒരെണ്ണം പോലും മര്യാദയ്ക്ക് തലയിൽ തുണിയിട്ടുണ്ടല്ലോ, അത് വെളിയിറങ്ങാക്കൂല, മര്യാദയ്ക്ക് ജീവിക്കൂല. അമ്മാതിരി ഞാൻ കോളാക്കും. എവളെ മോള് ഈ കിടന്ന് അലറിയത് മുഴുക്ക ഞാൻ ആ ജംഗ്ഷനിൽ കൊണ്ടുവച്ച് മൈക്ക് സെറ്റ് വെച്ച് കേൾപ്പിക്കും. ഒരു തർക്കവും വേണ്ട. കാണിക്കാൻ പറയാൻ പാടില്ല. ചാനൽ ഉടനെ പോകും. ഇത്രയും നേരം ഇരുന്നിട്ട് ഒരു ബുദ്ധിമതി വന്നല്ലോ, സന്തോഷം. യു സൂപ്പർ ബുത്ത, ഡോണ്ട് മൈൻഡ് അതർ ബ്ലാ ബ്ലാ ബ്ലാ. ഹായ് പറയാമോ? ഹായ് കവിത. ഇങ്ങനെ ഈ വന്ന നായിന്റെ പ്രിൻസി തന്തയ്ക്ക് വായി ശരി. സന്തോഷത്തോടെ മുന്നോട്ട് പോയി. കണ്ണിന്റെ ബുദ്ധിമുട്ട് മാറി, കുറച്ച് മാറി. ഞാനീ മഞ്ഞ പൂഞ്ഞോ ആമിയുടെ സബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ഞാനിപ്പൊ നോക്കാം. ഞാനാണ് ഇവിടെ സബ്ജക്റ്റ് എടുക്കുന്നത്. പേപ്പട്ടിയാണ് അവൾ എന്നും കിടന്നിട്ടേക്ക് വാസമല്ല.
ഇനിയെങ്കിലും ഇത്ത മനസ്സിലാക്കണം. ഒരു അവസരം കിട്ടിയപ്പോൾ അടിച്ചു താഴെ ഇടവാൻ നോക്കി ആളുകൾ തിരിഞ്ഞു അറിയാൻ കാലം അങ്ങനെ എല്ലാവർക്കും അവസരം കൊടുക്കും. കറക്റ്റാണ്. എനിക്കത് ഭയങ്കര കൗതുകമാണ്. ഒരു അവസരം കിട്ടിയപ്പോഴേ അടിച്ചിടാൻ വേണ്ടിട്ട്, അതും കൂടെ റൈറ്റ് ഹാൻഡായിട്ട് നിന്നവര് ഇപ്പൊ തീർത്ത് തരാം, ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞ് ഇറങ്ങിയില്ലേ. ചെവി നുള്ളിക്കോ. മാർക്ക് മൈ വേർഡ്സ്, മാർക്ക് മൈ വേർഡ്സ്. തരും ഞാൻ. മറുപടി ഉണ്ട് എൻ്റെ കയ്യില്. ഹലോ, നൈസ് ടു മീറ്റ് യു. കഴിഞ്ഞല്ലേ? ഇല്ല, കുറച്ചു നേരം കൂടെ ഇരിക്കും ജാക്സീന. യൂട്യൂബിൽ ഇത്രയും വിവരമില്ലാത്തവർ, വിവരം കൂടി തുണിയൂരികൾ വന്നിട്ടുണ്ട്. നമ്മൾ വിവരമില്ലാത്തവരാണ്. നമുക്ക് എല്ലാവർക്കും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. തുണിയൂരികളെല്ലാം പോയിന്ന് തോന്നുന്നു. ചാനൽ പോവാൻ കുരു പൊട്ടുന്നുണ്ട്. സ്ട്രൈക്കൊക്കെ അടിച്ചു നോക്കി. ഒരു സ്ട്രൈക്കിനൊന്നും ചാനൽ പോവില്ല. നിങ്ങളൊരു 10 സ്ട്രൈക്ക് മിനിമം അടിച്ചിട്ടും കാര്യമില്ല. അടിച്ച സ്പോട്ടിൽ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിക്കും. പണ്ടത്തെ ആളല്ല ഇപ്പോ. തുണിയൂരി എന്റെ ഡാഡിയെ, എന്റെ ഡാഡി മരിച്ച് കുഴിയിൽ കിടക്കുന്ന അങ്ങനെ തുണിയൂരി തന്നെ അടക്കിയത്. പക്ഷെ നീയൊക്കെ ഇവിടെയൊക്കെ തുണിയൂരി കൊണ്ട് അടക്കിയത്. വരൂ, കമോൺ 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 കമോൺ, ലെറ്റ്സ് ഹാവ് ഫൺ. ഐ ആം തുണിയൂരൽ. കുറെ തുണിവൊക്കികളുണ്ട്. കിച്ചു സുരിച്ചേട്ടന്റെ തല്ലിയെന്ന് ഇവര് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇത് എന്നൊക്കെയോ പറയുന്നു. ഇത് വെച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുവാണെന്ന്. ആ കുട്ടിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല. ഇവരെ വിചാരം എന്തെന്നറിയാം, ആരും മൈൻഡ് ചെയ്യാത്തത് പേടിച്ചിട്ടാണെന്ന്. പേടിച്ചിട്ടല്ല. ഈ ചാവാലികളുടെ അടുത്ത് എന്ത് മറുപടി കൊടുക്കാൻ? നല്ല അഭിപ്രായമാണ് എനിക്ക് കിച്ചുവിന്റെ അടുത്ത്. ഇതിന് മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എന്തിനൊക്കെ മറുപടി കൊടുക്കണത്? അവൻ അവന്റെ അച്ഛനെ അടിച്ച്, അതിനിപ്പോ അവർക്കെന്ത്? അച്ഛൻ മരിച്ചപ്പോ കരഞ്ഞത് അവൻ തന്നെയല്ലേ. അവന്റെ അച്ഛനെയല്ലേ അവൻ അടിച്ചത്. അത് അവരങ്ങ് തമ്മിൽ തീർത്തോണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ സുധിയല്ലേ വന്ന് പറയേണ്ടത്. ഇനിയിപ്പോ മരിച്ചുപോയ സുധി എഴുന്നേറ്റ് ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ. അതങ്ങനെ ഇരുന്നോട്ട്. ഇനിയിപ്പോ എന്തെങ്കിലും കനം തിരിവ് കാണിച്ചിട്ടുണ്ടാവും. തന്തയാണെങ്കിൽ രണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. എനിക്കറിയത്തില്ല. ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരുത്ത തന്നെ വെല്ലുവിളിച്ച് കേട്ടല്ലോ. പാവ, അവന്റെ വീഡിയോ കാണാൻ പോലും ആരുമില്ല. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? ലിപ്സ്റ്റിക് ഷുഗർ 14. നീ പോയി ഫസ്റ്റ് യൂട്യൂബിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് വാ. വിവരം ഉള്ള കൂട്ട. ഞാൻ അന്ന് എന്നും ആരെന്തൊക്കെ പറഞ്ഞാലും കാണുന്ന ഒരു റിയാക്ഷൻ ഞാനാണ്. ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. താങ്ക് യു. തുണി ഉരിഞ്ഞും വ്യഭിചരിച്ചും ജീവിച്ചാൽ അതാണ് പുരോഗമനം. എക്സാക്ട്ലി. എന്നാ റോസ്റ്റ് അവൾ എന്താ അങ്ങനെ? അത് യൂഷ്വൽ ആയിട്ടുള്ളൊരു സംഗതിയല്ലേ. രാത്രി പാതിരാത്രിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും എന്നെ രക്ഷിക്കണമെന്നും കാലി പിടിച്ച് വീട്ടിൽ കയറി വന്ന് തിന്നാനില്ലാണ്ട് ആക്രാന്തം പിടിച്ച് 9 ദിവസം മക്കൾക്കും എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കി തിന്ന് മുടിപ്പിച്ച് എന്റെ കൂടെ എന്റെ കാറിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കൂത്തടിച്ച് തിന്ന് മുടിച്ചിട്ട് പോയ ഒരുത്തി എന്നെ ഇരുന്ന് തെറി പറയുമ്പോൾ അവളുടെ ക്രെഡിബിലിറ്റി എന്നൊന്നും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ല. അതിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. ഒരു പാവ സ്ത്രീയുടെ അവരുടെ കുടുംബജീവിതം നശിപ്പിച്ച് അവരുടെ ഭർത്താവിനെ കൊണ്ട് അവരുടെ സ്വർണം വിപ്പിച്ച് ആ പൈസയിൽ അർമാദിക്കാൻ നടക്കുന്ന ഒരു വൃത്തികെട്ട ജന്മത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് നീതിയാണ് പ്രതീക്ഷിക്കുന്നത്? Getting views by publicly shaming another woman is not the flex you think it is. Their dress മഹാബോറാണ്. ഷെവി ക്രിട്ടിസൈസ് ചെയ്തില്ലെങ്കിൽ മറ്റു ഗേൾസും ഇതിലും വൾഗർ ഡ്രസ് ഇട്ട് ഇമിറ്റേറ്റ് ചെയ്യും. എക്സാക്ട്ലി. ഗോ ഗെറ്റ് എ ബെറ്റർ ലൈഫ് ഡേഡി. പോടാ പന്ന തക്കാളി മോനെ, പോയി ചാവ് പോ. രഞ്ജിനി അജിദാസ് ഞാൻ കണ്ട്. I really wish this woman to be put behind the bars. God. ഇപ്പൊ ഏകദേശം ആയില്ലേ? ഇപ്പൊ റിയലി ശരിയായില്ലേ? ഇതിനും കൂടെ തന്നേക്കാം. ഇപ്പൊ ശരിയായില്ലേ? സെറ്റായില്ലേ? ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണ, ഡിസ്റ്റർബ് ചെയ്യാതെ പോകാൻ നോക്കുക. വന്നവരെല്ലാം ഓടിയാ? എന്താടേ പെട്ടെന്ന് പോയിക്കളഞ്ഞ? രസമല്ലോ. അപ്പൊ പോട്ടെ. ഗുഡ് നൈറ്റ്. 2 hours ആയി. ഗുഡ് നൈറ്റ്. സി യു നെക്സ്റ്റ് വീക്ക്. സൺഡേ കാണാം. ലൈവ് ഒന്നും ഉണ്ടാവത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. രാജിനെ വെറുതെ ക്രൂശിക്കാതിരിക്കുക. രാജ് അല്ല ആ വീഡിയോ പബ്ലിഷ് ചെയ്തത്.
ആ വീഡിയോ അയാൾക്ക് കൊടുത്തത് ഞാനാണ്. എനിക്കത് തന്നത് UK-യിലുള്ള ഒരു കുട്ടിയാണ്. അതൊരു പെൺകുട്ടിയാണ് ആ ചാറ്റ് നടത്തിയിട്ടുള്ളത്. അതാണല്ല. ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അവരെവിടെ വേണമെങ്കിലും വന്ന് വിറ്റ്നസ് ആകാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരിടത്ത് വെറുതെ രാജ് എന്ന് പറയുന്ന രാജ് ടോക്സിനെ ക്രൂശിക്കുന്നത് തെണ്ടിത്തരമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഉണ്ടാക്കിയാൽ അത് നടക്കത്തില്ല. ഞങ്ങളെ അത്രത്തോളം തെറി വിളിക്കുകയും അവഹേളിക്കുകയും ചെയ്തതിന്റെ ഇതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടി വന്നത്. നിങ്ങളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളിങ്ങനെ നമ്മളെ കിടന്ന് തെറി വിളിക്കണമെന്ന് പറഞ്ഞ് പരാതികൾ കൊണ്ട് കൊടുത്താൽ എടുക്കാറില്ല. അത് അവിടെ കിടന്ന് വിളിക്കട്ടെ, നിങ്ങളങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ വളരെ ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പറയാനാണ് താല്പര്യം. അതിന് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനങ്ങനെ തന്നെയാണ് മറുപടി. ഓക്കെ, പോകാൻ പറഞ്ഞോട്ട് പോയതാകും. ഗുഡ് നൈറ്റ് ഷെഫീന. എല്ലാവർക്കും അഭിപ്രായം പറയാം, പക്ഷെ നല്ല ഭാഷ ആ പറഞ്ഞ ആൾ ഇനി ഇവിടെ വേണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നിങ്ങളിത് കഴിഞ്ഞ 4 ദിവസമായിട്ട് റിപ്പീറ്റഡ്ലി ഈ കമന്റാണ് ഇടുന്നത്. പിസ്ഡ് ഓഫ്. ആ കമന്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ കമന്റ് ഇടുന്നവരെ ഞാൻ ഡിലീറ്റ് ചെയ്തങ്ങ് കളയും. ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ വേണ്ട, അല്ലാതുള്ളവർ മതി. ഒരിക്കൽ പറഞ്ഞു, ഇരിക്കെ പറഞ്ഞു, 10 വട്ടം പറഞ്ഞു. ഓക്കെ, ഷെഫീന നാഗവല്ലിനെ ചവിട്ടിയിരിക്കുകയെന്നാണ് പറഞ്ഞത് കേട്ടോ. ചവിട്ടി തേക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. അവരെ പിള്ളേരെല്ലാം കൂടെ പിടിച്ചു കിടത്തിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് മിളുങ്ങസിയാന്ന് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാനും അധികം ആരുടെയും വീഡിയോസ് കാണാം. ലത്തയുടെ, പിന്നെ സന്ദീപ് എടപ്പാൾ, പിന്നെ തമ്മനയിൽ നോക്കി കുറച്ച് വീഡിയോ കാണും. അത്രയും മാത്രം വീഡിയോ. അതുകൊണ്ട് ഇത്ത പറയുന്നത് പകുതി ആളുകളെ മനസ്സിലാകുന്നില്ല. സാറില്ല, നിന്റെ ഒരു ഡിലീറ്റ് നിനക്ക് തന്നേക്കാം. പോ, ശല്യമേ പയ്യ. അങ്ങനെയുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഈ നമ്മൾ നെഗറ്റിവിറ്റിയെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് ദൂരോട്ട് കളയണം. എല്ലാ നെഗറ്റീവ് അലവലാദികളെയും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. I don't want you guys. I am very happy with my life. ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. 50 പേരൊക്കെയാണ് എന്റെ ലൈവിൽ വരുന്നവർ തന്നെ. അങ്ങനെ അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വെരി ഹാപ്പി ആയിരുന്നു. ആ ഹാപ്പിയിൽ ഞാൻ അങ്ങ് ജീവിച്ചു പോയിക്കോളാം കേട്ടാ. എല്ലാ എണ്ണവും ഭയങ്കര ഡീസന്റ് ആണല്ലോ. പിന്നെ ഉപദേശം കൊണ്ടുവരുന്നു. അതല്ലേ ഇതാ വരുന്ന വീണ്ടും. ഇപ്പൊ കിട്ടി. സമാധാനായില്ലേ ചേച്ചി? സ്ട്രോങ്. അത് എന്തെന്നറിയാമോ, കമന്റ് നോക്കിയിട്ട് ഒരു കമന്റ് ഇടുന്നെങ്കിൽ മനസ്സിലാവും ഇത്രയും പേര് അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഷീ കുഡ് റിയലൈസ് ഇറ്റ്, ഇനി പറയണ്ട എന്ന് തോന്നും. ഇത് അതല്ല, പർപ്പസ്ലി ഇത് തന്നെ കൊള്ളത്തില്ല. അതായത് ഗീബൽസ്യൻ തിയറിയാണ്. എന്റെ ഭാഷ മോശമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ മോശപ്പെട്ട വസ്ത്രത്തിന് ആ ഭാഷയെ പറ്റുള്ളൂ. ഞാൻ അതിനെ തുറച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, നീ കാണണ്ട, മെനക്കെടണ്ട, ഇവിടെ വരണ്ട, കഴിഞ്ഞില്ലേ? ഒരു ചാനൽ എല്ലാവരും കൂടി കളഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു വന്ന ആളെ ഇനി എന്ത് ചെയ്യാനാണ്? ഷെഫീനക്ക് ജയ്. ചേച്ചി സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോഴേ എന്റെ മോന്റെ കല്യാണം നടക്കാത്തതിന് എല്ലാരും കൂടെ ഒന്ന് കരയുവോ? ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇവിടെ നിൽക്കുന്നവരെല്ലാവരോടും ഒന്ന് കരഞ്ഞ സ്മൈലി ഇടൂ. മോന്റെ കല്യാണം നടക്കുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും എന്തോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വല്ല സ്വയംവരത്തിലൊക്കെ കൊണ്ടുപോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കായിരുന്നു. കൊച്ചിന്റെ കല്യാണം നടക്കാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതും ഞാൻ കാരണമാണെന്നും കൂടെ അറിയുമ്പോൾ എൻ്റെ ഒരു വിഷമം. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കരയൂ. എന്റെ കൂടെ എന്റെ ദുഃഖത്തിൽ പങ്കുചേരൂ പ്ലീസ്. സാരല്ലേ, പോട്ടിട്ടോ. ഞാൻ കാണുന്നില്ലടേ. അരുടൊക്കെ കരയല്ലേ ഇവിടെ. നേരത്തെ എൻ്റെ വീഡിയോ ആണ് ഇഷ്ടം. ഞാൻ ആദ്യം നോക്കുന്ന ചാനലാണ്. എല്ലാത്തിനെയും പുറത്ത് കിട്ടും. പിന്നല്ലാണ്ട് ഇവിടെ വന്നിരുന്നുണ്ട്. പോട്ടെ, ഇത് ഇഷ്ടമാണ് ഇയാൾ ഒരുപാട്. നേരത്തെ എൻ്റെ വീഡിയോ ആണ് ഇഷ്ടം. ഞാൻ ആദ്യം നോക്കുന്ന ചാനൽ. താങ്ക് യു. ഓക്കെ. ഞാൻ ഇന്നിപ്പോൾ ഇവന്മാരും ഉറങ്ങൂലെന്ന്. നമ്മുടെ ബറ്റാലിയൻ വന്നിട്ടുണ്ട് കളി കാണാനായിട്ട്. എനിക്കിതിൻ്റെ ഒരു വശം അറിയത്തില്ല. അതുകൊണ്ട് അതിനെ പറ്റി എന്നോട് ചോദിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗുഡ് നൈറ്റ്. See you soon. എന്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ആൻഡ് ഡോണ്ട് ഫീൽ ബാഡ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അത് ഫേസ് ചെയ്യാനുള്ള ഗട്ട്സ് എനിക്കുണ്ട്. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. ഡോണ്ട് വറി, ഡോണ്ട് ബോദർ. ഇവരൊക്കെ ചുമ്മാ ഓരോന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ചാനലിൽ പോയാൽ അടുത്ത ചാനൽ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇതുവരെയും ചാനലിനില്ല. കാണുന്നവർ മണ്ടരല്ല. നമുക്കും അഭിപ്രായം പറയാം. അവർ കാണിക്കുന്ന ചിട്ടത്തരത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഇനി അതിനകത്ത് വന്ന ഒരു കേസ് അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. Good night.
താങ്ക് യു ആയിഷ. സഹിക്കാൻ പറ്റുന്നില്ലേ ആർക്ക്? കണ്ണിൻ്റെ അസ്വസ്ഥത ഇല്ലടാ, കുറച്ചുകൂടെ ആവാണ്ട്. നീ വലിയ വിഷമം തോന്നി. കുറേ ദിവസമായി ഷെഫീനെ കുറ്റി ഒരിക്കൽ മനസ്സിലാവർക്ക്. അനിയത്തിയെ പോലെയാണ് ഷെഫി. അള്ളാഹുവിൻ്റെ കാവലുണ്ടാട്ടെ, പഠിച്ചനുണ്ട് കൂടെ. മുകളിലാകാശ താഴെ ഭൂമി. കറക്റ്റ്. അയ്യോ പോലെ. അയ്യടാ, സമയം എത്രയാണെന്നറിയാമോ? 2 മണിക്കൂറായി ഞാൻ പോട്ട് നടു കിടക്കുന്നു. പാതിരാത്രി ആയപ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്ക് കടപ്പളവി വന്നിരിക്കുകയാണ്. ഇപ്പൊ ചാവാൻ നോക്കും. വാ, ഗുഡ് നൈറ്റ്. അമ്മ ഉറങ്ങി തോന്നണ കേട്ടാ. എന്നാലും പോവല്ലേ. ഇല്ലടേ, വയ്യ, ഇരിക്കാൻ വയ്യ. പിന്നെ വരാട്ടാ. അയ്യോ.